വതുഉൻ അലൈഹി. അവിടുന്ന് അഞ്ഞോതാണുള്ളത് തോന്നുന്നു അല്ലെ? അരൂരുണ്ടല്ലോ അവിടെ. അതെ അതെ. വകുരിഹ കറാഹത്താക്കപ്പെടും വതുഉൻ അലൈഹി, ഖബറിന്റെ മേൽ ചവിട്ടൽ. ഐ അലാ ഖബരി മുസ്ലിമിൻ. കണ്ടോ, മുസ്ലിമായ ഒരു മനുഷ്യന്റെ ഖബറ്, ആ ഖബറിന്റെ മേൽ ചവിട്ടൽ കറാഹത്താക്കപ്പെടും. മുസ്ലിമായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ വലിയ സ്വാലിഹ്യങ്ങളിൽപ്പെട്ട മഹാനൊന്നും ആയിക്കൊള്ളണമെന്നില്ല. വലോ മുഹ്ദറൻ, അത് രക്തത്തിന് വില കൽപ്പിക്കപ്പെടാത്ത, കൊല്ലൽ നിർബന്ധമായിട്ട് കൊല്ലപ്പെട്ട ആളാണെങ്കിലും ശരി. എന്ന് പറഞ്ഞാൽ താരിഖ് സ്വലാത്ത് ഷറഇന്റെ നിയമപ്രകാരം കോടതി മുഖേന കൊല്ലപ്പെട്ട ആള്, അതുപോലെ തന്നെ സാനി മുഹ്സിന് പോലെയുള്ള ആളുകൾ മരണപ്പെട്ട ഖബറാണെങ്കിൽ പോലും മുസ്ലിമാണോ അങ്ങനെയുള്ള ആളുകളുടെ ഖബറിന്റെ മേൽ ചവിട്ടൽ കറാഹത്താണ്. എപ്പോ? ഖബല ബലാഇൻ, മയ്യിത്ത് ദ്രവിച്ചു പോകുന്നതിന് മുമ്പ്. മയ്യിത്ത് പറ്റേ ദ്രവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ ചവിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചവിട്ടണം എന്നല്ല, പിന്നെ കുഴപ്പമില്ല. അതേ സമയത്ത് മയ്യിത്ത് പറ്റ ദ്രവിച്ചു പോകുന്നതിന് മുമ്പ് മുസ്ലിമിന്റെ ഖബറ് ആണെങ്കിൽ അതിന്മേൽ ചവിട്ടാൻ പാടില്ല. മുസ്ലിം അല്ലാത്തവരുടെ ഇതാണെങ്കിൽ ഈ പറയുന്ന ഇഹ്തിറാം ഇല്ല. എന്നാൽ ദിമ്മിയായ കാഫിറിന്റെ ഖബറാണെങ്കിൽ അവരുടെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾക്ക് വിഷമമുണ്ടാകും എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അത് ഒഴിവാക്കേണ്ടതാണ്. അത് ഖബറാളിയെ ബഹുമാനിച്ചുകൊണ്ടല്ല, ജീവിച്ചിരിക്കുന്ന അവന്റെ ബന്ധുക്കളെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് വിഷമിപ്പിക്കണ്ട എന്ന നിലക്ക്. എന്നാൽ മയ്യത്ത് ദ്രവിച്ചു പോകുന്നതിന് മുമ്പ് ഖബറിന്റെ മേലിൽ ചവിട്ടൽ കറാഹത്താണെന്ന് പറഞ്ഞത് ഇല്ലാതിറൂറത്തിൻ, ചവിട്ടൽ നിർബന്ധിതമാവുന്ന ചില സാഹചര്യത്തിൽ ആണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ലറൂറത്ത് കഅല്ലം യസുൽ, ഈ വ്യക്തിക്ക് എത്താൻ കഴിയാത്തത് പോലെ, ലി ഖബരി മയ്യിത്തിഹി, താൻ തന്റെ ബന്ധപ്പെട്ട ഒരു മയ്യത്തിന്റെ ഖബർ, തന്റെ ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ അമ്മയാവാം, ബാപ്പയാവാം, ബന്ധുജനങ്ങളാകാം, ബന്ധപ്പെട്ടവരാവാം. എങ്ങനെ എത്തൂലാന്ന്? ബിദൂനിഹി, മുസ്ലിമായ മനുഷ്യന്റെ ഖബറിന്റെ മുകളിൽ ചവിട്ടൽ കൂടാതെ. ചവിട്ടിയാലേ നമ്മളെ ആ ബന്ധപ്പെട്ട ആളുടെ ഖബറുകൾക്ക് എത്താൻ കഴിയുള്ളൂ. എന്നാൽ പിന്നെ അവിടെ ചവിട്ടുന്നതുകൊണ്ട് ഈ കറാഹത്തില്ല. കാരണം അത് ളറൂറത്തായത് കൊണ്ടാണ്. ഇതിപ്പോ അവനാന്റെ സ്വന്തം ബന്ധപ്പെട്ട മയ്യത്ത് എന്ന് മാത്രമല്ല, വകദാമ, ഒരു ഖബറാണെങ്കിലും അയിമൽ ചവിട്ടൽ ളറൂറത്തിന് വേണ്ടിയിട്ട് ആവാം. എങ്ങനത്തെ ഖബർ? യുരീദു സിയാറത്തുഹു, ആ ഖബർ സിയാറത്ത് ചെയ്യാൻ ഇയാൾ ഉദ്ദേശിക്കുന്നു. സംഗതി വലവോ വല ഖരീബിൻ, ഇവന്റെ ബന്ധുവോ സ്വന്തക്കാരനൊന്നും അല്ല, എന്തോ ഒരു കാരണവശാൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഖബർ സിയാറത്തിന് പോവുകയാണ്. അയാളെ നമ്മളെ ബന്ധുവായാലും വേണ്ടിയില്ല, അല്ലാത്തവനായാലും വേണ്ടിയില്ല. പക്ഷെ ആ ഖബർ എത്തണമെങ്കിൽ വേറെ ഖബറിന്റെ മുകളിൽ ചവിട്ടിക്കൊണ്ട് എത്താൻ കഴിയുള്ളൂ, എങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ കൂടാതെ കഴിയാത്ത സാഹചര്യത്തിൽ ഖബറിന്റെ, അതുപോലെ തന്നെ ഇനി മറമാടാൻ പോകുന്ന അതുപോലെ തന്നെ മറമാടാൻ പോവുകയാണ്. അപ്പുറത്തൊരു ഖബറുണ്ട്, ആ ഖബറിൽ മറമാടാൻ പോകണമെങ്കിൽ വേറെ കുറെ ഖബറിന്റെ മുകളിൽ ചവിട്ടി പോകണം. അതുപോലെ തന്നെ മറമാടുന്ന സമയത്ത് ചവിട്ടി നിൽക്കണം. അതൊക്കെ ലറൂറത്താണ്, കുഴപ്പമില്ല. ഇങ്ങനത്തെ ലറൂറത്തിന്റെ സമയത്ത് ഒഴിച്ച് ഒരു മുസ്ലിമായ മനുഷ്യന്റെ മയ്യത്ത് പറ്റ ദ്രവിച്ചു പോകുന്നതിന് മുമ്പ് ഖബറിന്റെ മുകളിൽ ചവിട്ടൽ കറാഹത്താണ്. എന്നാൽ കറാഹത്താണെന്നാണല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. വജസ്മു ശർഹ് മുസ്ലിമിൻ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ശർഹ് മുസ്ലിമിൽ ഉറപ്പായി പറഞ്ഞു. ആഖരിയ വേറെയും ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഉറപ്പായി പറഞ്ഞു? ബിഹുർമത്തിൽ ഖുഊദി അലൈഹി, മുസ്ലിമായ മനുഷ്യന്റെ ഖബറിന്റെ മേൽ ഇരിക്കൽ ഹറാമാണ് എന്ന് മാത്രമല്ല, വൽവത്തു, അതിന്മേല് ചവിട്ടലും ഹറാമാണ്. ചവിട്ടലും ഇരിക്കലും ഹറാമാണ് എന്ന് ശറഅ് മുസ്ലിമിൽ പറഞ്ഞു എന്ന് മാത്രമല്ല, വേറെയും ചില ആളുകൾ പറഞ്ഞത് എന്തുകൊണ്ട്? ഖബരിൻ ഫീഹി, ഇങ്ങനെ മുസ്ലിമായ മനുഷ്യന്റെ ഖബറുമ ചവിട്ടുക, അയൽമ ഇരിക്കുക എന്നിവയെ കുറ്റകരമാണെന്ന് അറിയിക്കുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹറാമാണെന്ന് ജസ്മ് ചെയ്ത് പറഞ്ഞത് യറുദ്ദുഹു, ആ ജസ്മ് ചെയ്ത് പറഞ്ഞതിനെ റദ്ദ് ചെയ്യുന്നുണ്ട്. അന്നൽ മുറാദ ബിൽ ജുലൂസി അലൈഹി,
ഈ ഖബറിന്റെ മുകളിൽ ഇരിക്കുക എന്ന് ഹദീസിൽ പറഞ്ഞ കെലിമത്ത് കൊണ്ടുള്ള ഉദ്ദേശം ജുലൂസുഹൂലി ഖളാഇൽ ഹാജത്തി, മലമൂത്ര വിസർജനത്തിനു വേണ്ടി ഇരിക്കലാണ് എന്ന്. അപ്പോ സാധാരണ ഇരിക്കൽ കറാഹത്താണ്, ചവിട്ടലും കറാഹത്താണ്. അതേ സമയത്ത് മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കൽ ഹറാമാണ്. അപ്പൊ ഹദീസിൽ പറയുന്ന ആ വിരോധം മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്നതാണ് എന്ന്. അത് നമ്മൾ പറഞ്ഞതല്ല. കമാ ബയ്യനത്തുഹു റിവായത്തുൻ നുഹ്റ, ഈ ഖബറിന്റെ മേൽ ഇരിക്കുന്നതിന്റെ ഗൗരവത്തെ പറ്റി പറഞ്ഞ ഹദീസ് മറ്റൊരു റിവായത്തിൽ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുക എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഹറാമാവുന്നത് മലമൂത്ര വിസർജനം ചെയ്യലാണ്. അതേസമയത്ത് ചവിട്ടലും മറ്റും കറാഹത്താണ് വരിക എന്ന്. ഓക്കെ, ഇനി വകുരിഹ വത്ഉൻ, ഇനി വനുബിശ വുജൂബൻ, നബുഷു അല്ല, അതിലുള്ള നബുഷു അങ്ങനത്തില്ല. നബിശ വുജൂബൻ, നിർബന്ധമായിട്ടും ഖബർ മാന്തപ്പെടണം. എന്തിനെ? വനുബിശ ഖബറു മൻ, ഒരു മനുഷ്യന്റെ മയ്യിത്ത് ഖബർ മാന്തപ്പെടണം, അത് നിർബന്ധമാണ്. എങ്ങനത്തെ ഒരുത്തനാണ്? ദുഫിന ബിലാ ത്വഹാറത്തി, കുളിപ്പിക്കുകയോ അതല്ലെങ്കിൽ അതിന് പകരമുള്ള തയമ്മം ചെയ്യുകയോ ചെയ്യാതെ മറമാടപ്പെട്ടു. ഷഹീദല്ല താനും. ഷഹീദല്ലാത്ത മയ്യിത്തൊക്കെ കുളിപ്പിക്കൽ വുജൂബാണല്ലോ. കുളിപ്പിക്കാൻ പറ്റാത്ത ഇതിനുള്ളവർക്ക് തയമ്മം ചെയ്യണം. ഇങ്ങനെ കുളിപ്പിക്കുകയോ തയമ്മം ചെയ്യുകയോ ചെയ്യാതെ മറമാടപ്പെട്ട ഖബർ, ആ ഖബർ മാന്തൽ വുജൂബാണ്. എന്തിനു വേണ്ടിയിട്ട് മാന്തുക? ലൗസിലിൻ ഔ തയമ്മുമിൻ, കുളിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാന്തുക, അതല്ലെങ്കിൽ തയമ്മം ചെയ്യാൻ പറ്റുമെങ്കിൽ തയമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് മാന്തുക. ഇങ്ങനെ ത്വഹാറത്തില്ലാതെ മറമാടപ്പെട്ട മയ്യത്തിനെ ത്വഹാറത്ത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഖബർ മാന്തൽ ഉജൂബാവും. അപ്പൊ എപ്പോഴാണെങ്കിലും മാന്താന്നാണോ? ഞാൻ അങ്ങനെയല്ല. ഇൻ തഗയ്യറ, മയ്യത്ത് മറമാടി ദിവസങ്ങളായിപ്പോയി, മയ്യത്തിന് പകർച്ച ബാധിച്ചിട്ടുണ്ടെങ്കിൽ, പകർച്ച ബാധിക്കുക എന്ന് പറഞ്ഞാൽ ചീഞ്ഞളിഞ്ഞു കൊള്ളണം എന്നില്ല, വലോബിനത്തിനിൻ, ദുർഗന്ധം വന്നുകൊണ്ടാണെങ്കിലും ശരി. ഇന്നലെ മറമാടിയ മയ്യത്താണ്, ഇന്നൊക്കെ ആവുമ്പോത്തിന് വാസന മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിറ്റേന്നൊക്കെ ആവുമ്പോത്തിന് അതിന്റെ പിറ്റേന്നൊക്കെ ആവുമ്പോത്തിന് വാസന മാറിയിട്ടുണ്ടാവും. എന്നാലും പിന്നെ മാന്താൻ പാടില്ല. അങ്ങനെ വന്നാൽ ഹറുമാ. കേട്ടോ, മയ്യത്ത് തകയ്യുറുവെന്ന് വാസന മാറുകയോ അല്ലെങ്കിൽ അഴുകിപ്പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാന്താൻ പാടില്ല, ഹറാമാണ്. ഇല്ലെങ്കിൽ മാന്തണം. അപ്പൊ കുളിപ്പിക്കാനോ കഫൻ ചെയ്യാനോ വേണ്ടിയിട്ട് മയ്യത്ത് കേടുവരുന്നതിന് മുമ്പാണെങ്കിൽ മാന്തൽ വുജൂബാണ്. അങ്ങനെ കുളിപ്പിക്കാതെ മറമാടിയ അല്ലെങ്കിൽ തയമം ചെയ്യാതെ മറമാടിയ മയ്യത്താണ്, പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞ് മയ്യത്തൊക്കെ ദ്രവിച്ച് കേടുവന്നിട്ടുണ്ടാവും എന്ന് കണ്ടാൽ ഇനി അത് മാന്തിയിട്ട് പുറത്ത് കൊണ്ടുവന്ന് കുളിപ്പിക്കാനോ തയമം ചെയ്യാനോ പാടില്ല, അത് ഹറാമുമാണ്. ഇനി വലി അജ്ലി മാലി ഗൈരിൻ, മറ്റൊരാളുടെ ധനം ഉണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടിയിട്ടും മാന്തൽ ഉജൂബാവും. പക്ഷേ അലൽ ഇത്ലാഖല്ല ഇനി പറയുന്നുണ്ട്. എങ്ങനെ മറ്റൊരാളുടെ മുതലിന് വേണ്ടിയിട്ട് മാന്താനക്കാന്തുഫിന, ഈ മയ്യത്തിനെ മറമാടപ്പെട്ടതുപോലെ. ഒരു ഉദാഹരണം, എങ്ങനെയാണ് മറമാടപ്പെട്ടത്? ഫീ സൗബിൻ മഹസൂബിൻ, അന്യൊരാളുടെ വസ്ത്രമാണ്, അത് അയാളുടെ സമ്മതമില്ലാതെ. അപ്പൊ മറ്റൊരാളുടെ സമ്മതമില്ലാതെ അയാളുടെ വസ്ത്രം കൊണ്ട് കഫൻ ചെയ്തൊരു മയ്യത്ത് മറമാടിക്കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് ഈ വസ്ത്രത്തെ കഫൻ ചെയ്യാൻ ഉപയോഗിച്ച വസ്ത്രത്തിന്റെ ഉടമക്കാരന്റെ സമ്മതവും ഈ വസ്ത്രത്തിന്റെ ഉടമക്കാരന്റെ സമ്മതവും തൃപ്തിയും ഇല്ലാതെയാണ് ഈ തുണി കൊണ്ട് ആ മയ്യത്തിനെ കഫൻ ചെയ്തത് എന്ന് വന്നു. അതല്ലെങ്കിൽ ഔ അർലിൻ മഹസൂബത്തിൻ, മറ്റൊരാളുടെ ഉടമയിലുള്ള ഭൂമിയാണ്, ഉടമക്കാരന്റെ സമ്മതം ഇല്ലാതെയാണ് മറമാടിയത്. അപ്പൊ അന്യരുടെ സമ്മതമില്ലാതെ അവരുടെ തുണി കൊണ്ട് കഫൻ ചെയ്യുകയോ അന്യ ആളുടെ ഭൂമിയിൽ അയാളുടെ സമ്മതമില്ലാതെ മറവ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞു,
അതുകൊണ്ട് മാന്തിക്കൊള്ളണമെന്നില്ല. ഇൻ തൊലബൽ മാലിക്കു, ഈ വസ്ത്രത്തിന്റെ ഉടമക്കാരൻ അതല്ലെങ്കിൽ ഈ ഭൂമി ഉടമക്കാരൻ അല്ലെങ്കിൽ ഈ ധനത്തിന്റെ ഉടമക്കാരൻ അത് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അന്യൊരാളുടെ മുതലാണല്ലോ ഇപ്പൊ ഈ ഭൂമി അല്ലെങ്കിൽ ഈ വസ്ത്രം പോലത്തത്. അതിനുവേണ്ടി മയ്യത്ത് ഖബർ അടക്കിയതിനു ശേഷമാണെങ്കിലും അത് മാന്തി എടുക്കൽ ഉജൂബാവും. പക്ഷേ ഒരു ഷർത്തൂടി അയാൾ ആവശ്യപ്പെട്ടാലും പോരാ. വവുജിതമായു കഫനു, സമ്മതമില്ലാതെ ആരാന്റെ തുണി കൊണ്ട് കഫൻ ചെയ്ത് കൊടുത്ത് അയാൾ ആവശ്യപ്പെട്ടാൽ അത് മാന്തി എടുത്തു കൊടുക്കണമെങ്കിൽ എന്ത് വേണം? വേറെ കഫൻ ചെയ്യാൻ തുണി കിട്ടണം. മറ്റിയാളെ കഫൻ ചെയ്യലും മറമാടലും കഴിഞ്ഞു, ഇനി അയാൾ ചോദിക്കല്ലേ, ചോദിക്കുമ്പോ അയാൾക്ക് അതിന്റെ വില കൊടുക്കുക. വേറെ കിട്ടാനില്ലെങ്കിൽ, അതേ സമയത്ത് വേറെ കിട്ടാനുണ്ടെങ്കിൽ ഖബർ മാന്തി ആ തുണി എടുത്ത് ഇയാൾക്ക് കൊടുക്കണം. ഔ യുദ്ഫനു എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മഹസൂമായ ഭൂമിയിലാണ് മറമാടപ്പെട്ടത്, ഇയാള് സ്ഥലം ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. അപ്പം മയ്യത്ത് ഇവിടുന്ന് മാന്തി എടുത്താൽ വേറൊരു സ്ഥലത്ത് ഇയാളെ മറവ ചെയ്യാൻ പറ്റുന്ന സ്ഥലം കിട്ടാനുണ്ട്, എന്നാ മാന്തി എടുത്തു കൊടുക്കണം. അതാ മായുക്കഫനുഫി അല്ലെങ്കിൽ മായുദ്ഫനുഫി, ഇയാളെ കഫൻ ചെയ്യപ്പെടാനുള്ള വസ്ത്രം അല്ലെങ്കിൽ ഇയാളെ മറമാടപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഭൂമി വേറെ കിട്ടാനുണ്ടെങ്കിൽ ഉടമക്കാരൻ ആവശ്യപ്പെട്ടാൽ ഈ ഒസ്ബായിട്ടെടുത്ത വസ്ത്രവും ഒസ്ബായിട്ടെടുത്ത ഭൂമിയും ഒഴിവാക്കി കൊടുക്കണം. ഇല്ല, സംഗതി സമ്മതമില്ലാതെ തന്നെ കഫൻ ചെയ്ത് അല്ലെങ്കിൽ മറമ ചെയ്ത്, പക്ഷെ വേറെ മറ ചെയ്യാൻ അല്ലെങ്കിൽ കഫൻ ചെയ്യാൻ വേറെ തുണി കിട്ടാനില്ല അല്ലെങ്കിൽ മറമാടാൻ വേറെ ഭൂമി കിട്ടാനില്ലെങ്കിലോ ലംബജുസിന്നബഷൂ മാന്താൻ പാടില്ല. കാരണം ഒരു മനുഷ്യൻ മരണപ്പെട്ട് മറമാടി കഴിഞ്ഞപ്പോൾ അയാൾക്ക് അതിലൊരു ഹക്ക് വന്നു, പക്ഷെ ഉടമക്കാരന്റെ ഹക്കും ഉണ്ട്. ഈ ഉടമക്കാരന്റെ ഹക്കും മയ്യത്തിന്റെ ഹക്കും ഉള്ള തോർത്തി വെക്കുമ്പം മയ്യത്തിന്റെ ഹക്ക് വീട്ടാൻ വേറൊന്ന് കിട്ടുകയാണെങ്കിൽ ഉടമക്കാരന്റെ ഹക്ക് മുൻഗണന കൊടുക്കണം. അല്ല, ഉടമക്കാരന്റെ ഹക്കിന് മുൻഗണന കൊടുത്താൽ മയ്യത്തിന്റെ ഹക്ക് വീട്ടാൻ വേറെ വഴിയില്ലെങ്കിൽ അവിടെ മയ്യത്തിന്റെ ഹക്കിന് ആ മുൻഗണന കൊടുക്കേണ്ടത്. അപ്പൊ മറമാടി ഞാൻ മയ്യത്ത് ദ്രവിക്കുന്നത് വരെ ആ ഭൂമിയിൽ അത് ഉപയോഗിക്കുക, അതന്നെ. ഇനി അതല്ലെങ്കിൽ മറ്റൊരു കോലം കാന്തുഫിലാറിഞ്ഞത് അല്ലെങ്കിൽ ഒരു വിലപിടിപ്പുള്ള വസ്തു, എന്തെങ്കിലും ചെറിയതല്ല, ഒരു വിലപിടിപ്പുള്ള വസ്തു ഖബറിൽ വീണുപോയി, മൂടുന്നത് വരെ ഓർമ്മ ഉണ്ടായില്ല. ഖബർ മൂടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നത്. അവിടെ ഖബർ തുറന്ന് ആ വിലപിടിപ്പുള്ള വസ്തു പുറത്തെടുത്തോളണം. വൈലം എത്തുപോ മാലിക്കുഹു, ആ വിലപിടിപ്പുള്ള വസ്തുവിന്റെ ഉടമക്കാരൻ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ശരി. എന്താ കാരണം? വെറുതെ മുതൽ നശിപ്പിച്ചു കളയണ്ട എന്നതുകൊണ്ട്. ഖബറിൽ വീണുപോയതാണ് വിലപിടിപ്പുള്ള എന്തോ ഒരു സാധനം, ഉദാഹരണം നല്ല വിലപിടിപ്പുള്ള ഒരു മൊബൈല്, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഒരു കണ്ണട, അല്ലെങ്കിൽ ഒരു വാച്ച്, ഇങ്ങനെ, അല്ലെങ്കിൽ പേഴ്സ്, പണം ഉണ്ടെങ്കിൽ പേഴ്സൊക്കെ വീണുപോയി, അത് ഓർമ്മ ഉണ്ടായില്ല. മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തുമ്പോ അങ്ങനെ സംഭവിച്ചേക്കാമല്ലോ. അതപ്പോ ഓർമ്മയില്ല, ഖബർ മൂടിയും ചെയ്തു. മൂടിക്കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മൊബൈൽ ഇനി നോക്കുമ്പോൾ എവിടെയും കാണാനില്ല. അപ്പൊ അവൻ ഉറപ്പായി ഇങ്ങനെ ഖബറിലേക്ക് മയ്യത്ത് താഴ്ത്തുമ്പം കീശയിലുണ്ടായിരുന്നു. അപ്പൊ കീശയിൽ നിന്ന് താഴെ വീണതായിരിക്കാം. അല്ലെങ്കിൽ നല്ല വിലപിടിപ്പുള്ള ഒരു കണ്ണടയാണ്, ഖബറിലേക്ക് മയ്യത്ത് താഴ്ത്തുമ്പോൾ ഉണ്ടായിരുന്നു, പിന്നെ കാണാനില്ല. അപ്പോ മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തുമ്പം ഖബറിൽ വീണു പോയതാണ്. അല്ലെങ്കിൽ പേഴ്സ്, പണമുള്ള പേഴ്സാണ്, അല്ലെങ്കിൽ വിലപ്പെട്ട രേഖകളുള്ള പേഴ്സാണ്, അതതിൽ വീണുപോയി. മറമാടി ഖബറൊക്കെ മൂടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നത്. എന്നാൽ ഉടമക്കാരൻ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഖബർ തുറന്ന് ആ വിലപിടിപ്പുള്ള വസ്തു പുറത്തെടുക്കണം. എന്താ ഇളാറ്റിൽമാര് മുതൽ വെറുതെ നഷ്ടപ്പെടുത്തുക, അത് വേണ്ടല്ലോ. അപ്പൊ അവിടെ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും അതെടുക്കണം. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിന് വേണ്ടി ഖബർ തുറക്കാം. എന്നാൽ ലാലിത്തക്ക് ഫീനി, മയ്യത്തിനെ കഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഖബർ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തതിന്റെ പേരിലോ മറ്റോ കഫൻ ചെയ്യാതെ, അല്ലെങ്കിൽ മുട്ടുമുക്കളുടെ മാത്രം കഫൻ ചെയ്തുകൊണ്ടൊരു മയ്യത്ത് മറമാടി കഴിഞ്ഞതിന്റെ ശേഷമാണ് ഓർമ്മ വന്നത്, അല്ലെങ്കിൽ അന്ന് കിട്ടാഞ്ഞിട്ടാണ്. മറമാടി കഴിഞ്ഞതിന് ശേഷം ഒരാള് പൂർണ്ണമായിട്ടും കഫൻ ചെയ്യാൻ പറ്റുന്ന ഒരു തുണി അല്ലെങ്കിൽ 3 തുണി കൊടുത്തു. എന്നാൽ ഈ മറമാടി കഴിഞ്ഞ മയ്യത്തിന്റെ ഖബർ പുറത്തേക്ക് മാന്തി രണ്ടാമത് മയ്യത്തെടുത്ത് കഫൻ ചെയ്യാൻ പാടില്ല. ഹിന്ദുഫിന ബിലാ കഫനിൻ, കഫൻ ചെയ്യാതെ മറമാടപ്പെട്ടതാണ്. തീരെ കഫൻ ചെയ്യാതെ ആയാലും വേണ്ടില്ല, കഫൻ പൂർത്തിയാക്കാതെ ആയാലും വേണ്ടിയില്ല. മറമാടി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് തുറന്നുകൊണ്ട് കഫൻ ചെയ്യേണ്ടതില്ല. കാരണം എന്താ? ഇത് മൂടുക എന്നുള്ള നിലക്കാണല്ലോ. ആ മൂടൽ ഇപ്പൊ ഖബർ കൊണ്ട് തന്നെ വന്നില്ലേ. അപ്പൊ ഞാൻ
ഖബർ മാന്തിക്കൊണ്ട് മയ്യത്തിന്റെ ഹുർമത്തിനെ ഹനിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വലാലി സ്വലാത്തി, നിസ്കരിക്കാൻ വേണ്ടിയിട്ടും ഖബർ രണ്ടാമത് തുറക്കാൻ പാടില്ല. നിസ്കരിക്കാതെയാണ് മറമാടി ഊട്ടിക്കൊള്ളി, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷമേ മറമാടാൻ പാടുള്ളൂ. അവിടെയുള്ള ആളുകൾക്ക് അതൊന്നും അറിയില്ല. അങ്ങനെ അവരെന്താക്കി, മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് കൊണ്ടുപോയിക്കാണ്ട് മറമാടി നിസ്കരിച്ചണ കാര്യം ഓർമ്മയില്ല. ഖബറടക്കി മണ്ണ് മാടി കഴിഞ്ഞതിന് ശേഷമാണ് ആരോ വിവരമുള്ളവര് വന്നപ്പം അന്വേഷണം പറഞ്ഞ് നിസ്കരിച്ചിട്ടില്ല, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇനി എന്നാ പിന്നെ ഖബർ തുറന്നു കണ്ട് നിസ്കരിക്കാൻ പാടുണ്ടോ? അതില്ല. എന്താ, ഖബറിന്റെ മുകളിൽ നിസ്കരിച്ചാലും ഫർദ് വീടും. പക്ഷേ നിസ്കരിക്കാതെ മറമാടിയതിന്റെ പേര് നമ്മൾ കുറ്റക്കാരാവും, അതൊരു വിഷയം വേറെ. എന്നാൽ മറമാടി കഴിഞ്ഞതിന് ശേഷം ഖബറിന്റെ മേൽ നിസ്കരിച്ചാൽ നിസ്കാരം വീടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഖബർ തുറക്കാൻ പാടില്ല. അപ്പൊ കഫൻ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശം മയ്യത്തിനെ മൂടലാണ്. ഖബറടക്കിയ മയ്യത്ത് പോകും മൂടിയല്ലോ, അതിന് വേണ്ടിയിട്ട് ഇനി തുറക്കാൻ പാടില്ല. നിസ്കരിക്കാതെ മറമാടാൻ പാടില്ല, തെറ്റാണ്. അഥവാ അങ്ങനെ സംഭവിച്ചു പോയാൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഖബർ തുറന്ന് മയ്യത്ത് പുറത്തെടുക്കേണ്ട ആവശ്യമില്ല, ഖബറിന് നിസ്കരിച്ചാൽ മതി. ഇനി കൂട്ടത്തിൽ മറ്റൊരു വിഷയം, വലാ തുദുഫനും റഅത്തുൻ, ഒരു പെണ്ണിന്റെ മയ്യത്ത് മറമാടപ്പെടാൻ പാടില്ല. എങ്ങനത്തെ പെണ്ണാണ്? മാത്തത്ത്, അവര് മരണപ്പെട്ടു. ഏത് നിലക്ക്? ഫീ ബത്നിഹാ ജനീനുൻ, വഫീ ബത്നിഹാ ജനീനും വേണല്ലോ. അവിടെ നിങ്ങളിൽ വാവ് ഉണ്ടോ? അരൂര് ഉണ്ടോ? ഫീ ബത്നിഹാന്നേ കാണുന്നുള്ളൂ. ഞാനാ ആ വാവ് കാണുന്നില്ല. വാവ് വേണ്ടതായിരിക്കണം, മറ്റേ ഒക്കെ നോക്കിയാൽ അറിയാം. നമ്മളെ കിതാബിന്റെ തബാന്റെ വ്യത്യാസം കൊണ്ടും ആവാം. ഹാലായിട്ട് അങ്ങനെ വെക്ക, ജുംല ഹാലായിട്ട് ഫീ ബത്നിഹാ ജനീനുൻ. എങ്ങനെ? വാവുണ്ടായാൽ കുറച്ചുകൂടി മാന വാദിഹാണ്. വാവില്ലാതിരുന്നാലും ജുംല ഹാലാക്കിയിട്ട് വെക്കാം. വലാ തുദുഫനും റഅത്തുൻ മാത്തത്ത്, മരണപ്പെട്ട ഒരു സ്ത്രീയുടെ മയ്യത്ത് മറമാടാൻ പാടില്ല. എങ്ങനെ? ഫീ ബത്നിഹാ ജനീനുൻ, ഈ സ്ത്രീയുടെ ഗർഭാശയത്തിൽ ഗർഭസ്ഥ ശിശുവുണ്ട്. അങ്ങനത്തെ ഗർഭസ്ഥ ശിശുവുള്ള ഒരു സ്ത്രീ പ്രസവിക്കാതെ മരണപ്പെട്ടാൽ ആ മയ്യത്ത് മറമാടാൻ പാടില്ല. ഏതുവരെ പാടില്ല? ഹത്താ യതഹഖഖ മൗതുഹു, ആ ഗർഭസ്ഥ ശിശു മരണപ്പെട്ടു എന്ന് ഉറപ്പാകുന്നതിന് മുമ്പ് ഉമ്മയുടെ മൃതശരീരം മറമാടാൻ പാടില്ല. അപ്പൊ പിന്നെ ജീവനുണ്ടെങ്കിലോ? വയജിബു, നിർബന്ധം തന്നെയാകും. ഷഖ്ഖു ജൗഫിഹ, അവരുടെ വയറ് ഓപ്പറേഷൻ ചെയ്യൽ വേണ്ടി വന്നാൽ, അറിയാതെ ആരെങ്കിലും മറമാടിപ്പോയാൽ വന്നബ്ശുലഹു, ഇതിനു വേണ്ടി, അതായത് ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഖബർ മാന്തൽ വുജൂബ് ആവും. ഖബറടക്കാൻ പാടില്ല. ഞാൻ അറിയാതെ അങ്ങനെ ഖബറടക്കി കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടിക്ക് ജീവൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് തോന്നുന്നു. എന്നാൽ നിർബന്ധമായും ഖബർ മാന്തി മയ്യത്ത് പുറത്തെടുത്ത് ഓപ്പറേഷൻ ചെയ്യണം കുട്ടിക്ക് ജീവൻ ഉണ്ടെങ്കിൽ. പക്ഷേ ഓപ്പറേഷൻ ചെയ്യേണ്ട എപ്പോഴേ ഉള്ളൂ? ഇൻ റുജിയ ഹയാത്തുഹു, കുട്ടി ജീവിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ. ഈ കുട്ടിയുടെ ജീവൻ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്താൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ. എങ്ങനെ പ്രതീക്ഷ? ബിഖൗലി ഖവാബിലി, ഇവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഖവാബിലി കാരണം മിഡ്വൈഫുമാര്, അതുപോലെ തന്നെ ഗൈനക്കോളജിസ്റ്റുകൾ, ഇന്നത്തെ ഡോക്ടർമാര്, അങ്ങനെ ഗൈനക്കോളജിസ്റ്റുകളുടെ അഭിപ്രായം അനുസരിച്ച് ഓപ്പറേഷൻ, കുട്ടിക്ക് ജീവൻ ഉണ്ടെന്നും ഓപ്പറേഷൻ ചെയ്താൽ പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും എന്നും പ്രതീക്ഷയുണ്ടെങ്കിൽ വയറ് കീറി കുട്ടിയെ പുറത്തെടുക്കണം. അത് ഖബർ വെച്ച് മൂടിയതിന് ശേഷമാണെങ്കിൽ ഖബർ തുറന്ന് കീറിയിട്ടെങ്കിലും എടുക്കേണ്ടി വരും. അല്ലാതെ ജീവനോടുകൂടി മറമാടാൻ പാടില്ല. തന്നെയുമല്ല, ജീവിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ മയ്യത്തിനെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കൽ നിർബന്ധമാണ്. അങ്ങനെ ജീവിക്കുന്ന പ്രതീക്ഷ അന്നത്തെ അവസ്ഥയിൽ ബുലൂഗിഹി സിത്തത്ത് അശ്ഹുരിൻ ഫഅക്സറ, 6 മാസമോ അതിൽ കൂടുതലോ ഒക്കെ പ്രായമെത്തിയ ഗർഭസ്ഥ ശിശുവാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്താൽ ജീവൻ രക്ഷിക്കാൻ കഴിയും എങ്കിൽ അവിടെ ഓപ്പറേഷൻ ചെയ്യണം. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇന്ന് 6 മാസം കഴിയാതെ തന്നെ ഗർഭസ്ഥ ശിശു ജീവിക്കാൻ സാധ്യതയുണ്ട്. എന്താ, ഇൻക്യൂബേറ്റർ എന്നോ മറ്റൊക്കെ പറഞ്ഞിട്ട് അതിന് പ്രത്യേക സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യമുള്ളയിടത്ത് വെച്ചിട്ട് കുട്ടിയെ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ സാഹചര്യത്തിൽ വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ കഴിയും.
അങ്ങനെ സൗകര്യപ്പെടും എന്ന് കണ്ടാൽ ഓപ്പറേഷൻ, AVS Media. ഇല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല. പക്ഷെ എന്താക്കാൻ പറ്റൂല, കുട്ടി മരണപ്പെട്ടു എന്ന് ഉറപ്പാകുന്നത് വരെ ഉമ്മന്റെ മയ്യത്ത് ഖബർ അടക്കാൻ പറ്റൂല. ജീവനോട് കൂടി ഒരു മനുഷ്യനെ മരണാടാൻ പറ്റൂല. ആ പന്നതിനർത്ഥം ഫൈലം മിർജ ഹയാത്തുഹു, കുട്ടി ജീവിക്കുമെന്ന് പ്രതീക്ഷയില്ല. പരിശോധിച്ചിട്ട് പറയും ജീവിക്കാൻ പ്രതീക്ഷ, എപ്പം ജീവുണ്ട്, പക്ഷേ പുറത്തെടുത്ത് രക്ഷിക്കാൻ ആയിട്ടില്ല എന്ന് കണ്ടാൽ ഹർമഷക്കു, അപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല. എന്നാ മറമാടാൻ പറ്റുമോ? മറമാടാനും പറ്റൂല. പിന്നെ ലാക്കിൻ യുഅഖറു, പിന്നെ അവിടെ എന്താ വേണ്ടത്? ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല, മറമാടാനും പാടില്ല. പറഞ്ഞാൽ ദഫന് പിന്തിക്കപ്പെടണം, മറമാടൽ പിന്തിക്കപ്പെടണം. ഹത്തായ മൂത്ത, സ്വാഭാവികമായും ഗർഭസ്ഥ ശിശു മരിക്കുക. അധികം നാമം ഉണ്ടാവില്ല, കുറെ കാലം കിട്ടിയരൂല എന്നൊന്നും ആരും വിചാരിക്കണ്ട. യഥാർത്ഥത്തിൽ ഉമ്മയുടെ ജീവവായുവിൽ നിന്നിട്ടാണ് കുട്ടിയുടെ ജീവൻ അല്ലാഹു തആല അവന്റെ ഖുദ്റത്ത് കൊണ്ട് നിലനിർത്തുന്നത്. ഉമ്മയുടെ ജീവൻ പോയാൽ പിന്നെ അധിക സമയം കുട്ടി ഉമ്മയുടെ വയറ്റിൽ ജീവനോട് കൂടി നിൽക്കില്ല. അപ്പൊ കുട്ടി ജീവിക്കാൻ സാധ്യതയുണ്ട് കണ്ടാൽ ഉടനെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കണം. ജീവിക്കാൻ സാധ്യതയില്ലെന്ന് കണ്ടാൽ കുറച്ച് സമയം അങ്ങനെ വെച്ചാൽ മതി. സ്വാഭാവികമായിട്ടും കുട്ടി പെട്ടെന്ന് മരണപ്പെട്ടു പോയിക്കോളും. ഏതായാലും മരിച്ചു എന്ന് ഉറപ്പാവുന്നത് വരെ ഈ ഉമ്മയുടെ ഖബറ്, മയ്യത്ത് ഖബറടക്കാൻ പാടില്ല. എന്നാൽ വമാ ഖീല, ഒരു പറയപ്പെട്ട ഒരു വൈഫായ ഒരു ഖൗലുണ്ട്. എന്താണത്? ഇന്നഹു യൂദഉ അലാ ബത്നിഹാ, ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ വയറ്റിന്റെ മേൽ വെക്കപ്പെടണം ഷൈഉൻ, എന്തെങ്കിലും കനുള്ള ഒരു വസ്തു, അതല്ലെങ്കിൽ മുണ്ട് നനച്ചിടുക, അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്തിനു വേണ്ടി? മൂത്ത ഗർഭസ്ഥ ശിശു മരിക്കാൻ വേണ്ടിയിട്ട്. മരിക്കാതെ മറമാടാൻ പറ്റൂലല്ലോ. എന്നാ ജീവൻ പോയിക്കോട്ടെ എന്നുള്ള ആൾക്ക് കനുള്ള വല്ല വസ്തുവും കൊണ്ടുപോയിട്ട് ഈ മയ്യത്താവുന്ന ഉമ്മയുടെ വയറ്റത്ത് വെക്കുക. ആ കനം കൊണ്ട് കുട്ടി ജീവൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞത് ഓലത്തുൻ ഫാഹിഷുൻ, വളരെ മോശപ്പെട്ട അബദ്ധമാണ്. എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചിന്തിക്കാൻ പോലും പാടില്ല. അത് ചെയ്താൽ ഒരു മനുഷ്യനെ കൊല്ലുന്ന കുറ്റാണ്. കഴിയുമെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്താൽ ജീവൻ രക്ഷപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ ഓപ്പറേഷൻ ചെയ്ത് രക്ഷപ്പെടുത്തുക. ഇല്ലെങ്കിലോ അല്പസമയം അങ്ങനെ താമസിപ്പിക്കുക. സ്വാഭാവികമായും കുട്ടി മരിച്ചോളൂ. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഉമ്മാന്റെ ഖബർ, അല്ല ഉമ്മാന്റെ മയ്യത്ത് മറമാടാൻ പാടുള്ളൂ. ഇനിയോ നിസ്കാരത്തിന് എത്താൻ ഒറ്റ ചെറിയ പരിപാടിയുണ്ട്. സമയം ചോദ്യോത്തരത്തിന് സമയം കുറേയും പറഞ്ഞിട്ട് കാര്യമില്ല. ഊരിയ മൂടപ്പെടണം. ഐ സുത്തിറ ബിഖർഖത്തിൻ, ഒരു തുണി കൊണ്ട് പൊതിയപ്പെടണം. ആര്? സിഖ്തുൻ, സഖത്തുൻ അങ്ങനെ വായിക്കാം, സുഖത്തുൻ അങ്ങനെ വായിക്കാം. സീനിന് ഫത്തഹും കസുറും തൊമ്പും മൂന്ന് നിരക്കും വായിക്കാണ്. എന്ന് പറഞ്ഞാൽ മാസം തികയാതെ ജനിച്ച കുട്ടിയുടെ മയ്യത്ത്. മാസം തികഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലോ ജീവന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടിട്ടില്ല, പക്ഷെ മനുഷ്യരൂപം വന്നിട്ടുമുണ്ട്. അതിനെ പറ്റിയിട്ടാ ചർച്ച. മനുഷ്യരൂപം വരാത്ത അലക്കത്ത് മുഖത്ത് പോലത്തെ വിധി വേറെ. വധുഫിന, എന്നിട്ട് മറമാടപ്പെടലും വേണം വുജൂബൻ. അപ്പോ ഒരു തുണി കൊണ്ട് പൊതിയലും മറമാടലും വുജൂബാണ്. കത്തിഫിലി കാഫിരിൻ നതഖ ബിശഹാദത്തൈനി, പ്രായപൂർത്തിയെത്താത്ത ഒരു കാഫറായ മനുഷ്യന്റെ കുട്ടി, ആ കുട്ടി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലിയിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ ഇടയിലാണ് ആ കുട്ടീന്റെ ഇടപെടലും. എന്നാലും ആ കുട്ടി മരണപ്പെട്ടാൽ കുട്ടിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. മറിച്ച് ആ തുണി കൊണ്ട് പൊതിഞ്ഞ് മറമാടാ വേണ്ടേ. ഇവിടെ രണ്ടു അടുത്തിലും ബോസ്ലുഹുമാ, ഈ ഷഹാദത്ത് കരീമ ചൊല്ലി പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരിച്ച കാഫറിന്റെ കുട്ടിയാണെങ്കിലും അതുപോലെ തന്നെ മാസം തികയാതെ ജനിച്ച ഈ ജീവനില്ലാത്ത കുട്ടിയാണെങ്കിലും കുളിപ്പിക്കൽ വുജൂബില്ല, ബല്യ ജൂസു വേണമെങ്കിൽ കുളിപ്പിക്കാം, ജായിസാണ്. ഊരിയാറിനെ മറക്കപ്പെടുകയാണ്, അതിനാണ് മൂടുക തന്നെ. വാവ് വേണം. ഊരിയ ഊരിയ മാ ഊരിയ അൻഹുമാന്ന്. ഊരിയ എന്ന് പറഞ്ഞാൽ മറക്കപ്പെടാതെ. വാറായു വാരി എന്ന് പറഞ്ഞതിനാണ്. എന്താണ് ഈ ആലൂരിന്റെ രണ്ടില്ല, ഞാൻ മദ്ദുണ്ടാവോ ആലൂര്?
വലാ യജിബു ഗസ്ലുഹുമാ ബൽ യജൂസു. ഇനി വഖറജ ബിസ്സിഖ്തി അല്ലെങ്കിൽ സഖ്തി, ഈ തികയാതെ ജനിച്ച കുട്ടി എന്നതുകൊണ്ട് പുറപ്പെട്ടു അൽ അലഖത്തു വൽ മുദ്ഗത്തു, ഗർഭാവസ്ഥയുടെ ആദ്യഘട്ടമാവുന്ന രക്തപിണ്ഡവും മാംസപിണ്ഡവും എന്ന് പറഞ്ഞാൽ മനുഷ്യരൂപം വരാത്തത് എന്ന്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ മനുഷ്യരൂപം വരാത്ത രക്തപിണ്ഡം മാംസപിണ്ഡം പോലത്തതാണ് അബോർഷനായത് പുറത്തു വന്നതെങ്കിൽ അത് അത് മൂടലും വുജൂബില്ല, അതുപോലെ തന്നെ പൊതിയലും വുജൂബില്ല. എന്നാൽ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കുയ്യുത്തിയിട്ട് മറമാടിയാൽ മതി. വേണമെങ്കിൽ ഇനി പൊതിഞ്ഞ് നെല്ലി തെറ്റുമില്ല, അതൊന്നും വുജൂബില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിന്റെ രൂപം വരുന്നതിന് മുമ്പാണെങ്കിൽ അതിൽ കാര്യങ്ങളൊന്നും വുജൂബാവൂല. എന്നാൽ അത് മറമാടൽ സുന്നത്തുണ്ട്. മനുഷ്യരൂപം കൊണ്ടിട്ടുണ്ട്, പക്ഷെ ജീവന്റെ അടയാളമൊന്നും കണ്ടിട്ടില്ല. എന്നാൽ അത് കുളിപ്പിക്കൽ വുജൂബില്ല, നല്ലതാണ്. മൂടലും പൊതിയലും നിർബന്ധവുമാണ്. വലവിംഫസല ബാദ അർബഅത്തി അശ്ഹുരിൻ, 4 മാസം കഴിഞ്ഞു അഥവാ റൂഹൂദ് പ്രായം എത്തിയതിനു ശേഷമാണ് ജനിച്ചതെങ്കിലോ ഓസില, അതിനെ കുളിപ്പിക്കപ്പെടണം. വകുഫിന, കഫൻ ചെയ്യപ്പെടണം. വദുഫിന, മറമാടപ്പെടുകയും വേണം. വുജൂബൻ, പക്ഷെ എന്ത് വേണ്ട? നമസ്കാരം വേണ്ട. നിസ്കരിക്കണമെങ്കിൽ ജീവന്റെ അടയാളം വേണം. അതാ ഫൈനിഖ്തലജ, അതോടുകൂടി ഈ കുട്ടി പിടച്ചിന് ജനിക്കുന്ന സമയത്തോ മറ്റോ, ജനിച്ചതിന് ശേഷമായാലും വേണ്ടില്ല, ജനിച്ച് പുറത്തു നിന്നുകൊണ്ടിരിക്കുന്ന സമയത്തായാലും ഒന്ന് പിടഞ്ഞിട്ടുണ്ട്. അവിസ്തഹല്ല, അതല്ലെങ്കിൽ കുട്ടി ശബ്ദിച്ചിട്ടുണ്ട്. ബാദൻഫിസാലി എന്ന് പറഞ്ഞാൽ പുറത്തു വന്നതിന് ശേഷം തന്നെ പൂർണ്ണമായിക്കൊള്ളുന്നില്ല. പുറപ്പെടാൻ തുടങ്ങുമ്പോൾ പുറത്ത് നമ്മളെ ദൃഷ്ടിയിൽ പെടുന്ന രീതിയിൽ കുട്ടി അനങ്ങുകയോ ശബ്ദിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സുല്ലിയാലി വുജൂബ്. അപ്പൊ എല്ലാം വേണം. ഒരു പൂർണ്ണ മനുഷ്യനെ പോലെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണം, മറമാടണം, എല്ലാം വേണം. അപ്പോ മനുഷ്യരൂപം വരുന്നതിന് മുമ്പാണെങ്കിൽ ഒന്നും വുജൂബില്ല, പക്ഷേ മൂടൽ സുന്നത്താണ്. മനുഷ്യരൂപം വന്നിട്ടുണ്ട്, പക്ഷേ റൂഹൂദിന്റെ പ്രായം എത്തിയിട്ടില്ല. എന്നാൽ അതിനെ ഒരു തുണി കൊണ്ട് പൊതിയുകയും മറമാടുകയും ചെയ്യുക. കുളിപ്പിച്ചാൽ നിന്ന്, കുളിപ്പിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ജീവന്റെ അടയാളം കണ്ടു, അത് 4 മാസം മുതൽക്ക് ഇങ്ങോട്ടേ ഉള്ളുവല്ലോ. ജീവന്റെ അടയാളം കണ്ടാൽ അപ്പോ ഒരു പൂർണ്ണമായ മനുഷ്യന്റെ എല്ലാ അടയാളവും. ഇനി ഇവിടെ ഒരു വലിയ വിഷയം, ചർച്ചയുള്ളൊരു വിഷയമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റംലി തങ്ങളും അതുപോലെ ഇബ്നു ഹജർ ഹൈതമി തങ്ങളും ഖിലാഫുള്ള ഒരു സ്ഥലമാണ് ഈ ആരാണ് സിഖ്ത്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു, നമ്മള് മലബാരികളൊക്കെ അതാണ് സാധാരണ ഇത്തിമാദ് ചെയ്തു എന്ന് കാണുന്നത്. സിഖ്ത് എന്ന് പറയുന്നത് 9 മാസം കഴിഞ്ഞ് പൂർണ്ണ വളർച്ച എത്തി എന്നതിന് മുമ്പ് എപ്പം ജനിച്ച കുട്ടിക്കും ജീവൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതിനൊക്കെ സിഖ്ത് തന്നെ. അതേ സമയത്ത് റംലി ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ തരീഖ് അനുസരിച്ച് 6 മാസം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ജീവൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അത് പൂർണ്ണ ശിശുവാണ്, സിഖ്ത് അല്ലാന്ന്. അതനുസരിച്ച് ഇബ്നു ഹജർ ഹൈതമിയുടെ തരീഖ് അനുസരിച്ച് 9ാമത്തെ മാസത്തിലാണ് കുട്ടി ജനിച്ചതെങ്കിൽ പോലും ജീവന്റെ അടയാളം ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റൂല. മറ്റുള്ള കാര്യങ്ങൾ കുളിപ്പിക്കലും കഫൻ ചെയ്യലും മറമാടലും മാത്രമേ പറ്റുള്ളൂ, നിസ്കരിക്കാൻ പറ്റൂല. എന്നാൽ റംലി ഇമാമിന്റെ തരീഖ് അനുസരിച്ച് 6 മാസം തികഞ്ഞതിന് ശേഷം എപ്പോഴാണെങ്കിലും ജീവന്റെ അടയാളം കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും ഒരു പൂർണ്ണ മനുഷ്യന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം, നിസ്കാരം ഉൾപ്പെടെ വേണം. അപ്പൊ 6 മാസം പൂർത്തിയായി കഴിഞ്ഞാൽ കുട്ടിയുടെ വളർച്ച പൂർണ്ണമായി എന്നും പിന്നെ ചാക്കുട്ടി എന്ന പേര് അതിന് പറയില്ല എന്നുമാണ് റംലി ഇമാമും ഒരു വിഭാഗം ഉലമാവും പറയുന്നത്. എന്നാൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ തരീഖിൽ ചാക്കുട്ടി എന്ന് പറയുന്നത് ജനിക്കുന്ന സമയത്ത് ജീവന്റെ അടയാളം ഒന്നും കാണാതെ ഇനി 9 മാസം കഴിഞ്ഞിട്ട് ജനിച്ചാലും അതിന്റെ മുമ്പ് ജനിച്ചാലും ഒക്കെ ചാക്കുട്ടി തന്നെ. അപ്പൊ ചാക്കുട്ടിയുടെ പേരിൽ നിസ്കാരമില്ല എന്ന. അപ്പൊ അത് റംലിന്റെ തരീഖും ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ തരീഖും തമ്മിൽ ആ വിഷയത്തിൽ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുക. പക്ഷെ നമ്മളെ നാട്ടിലൊക്കെയുള്ള അമല് ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ തരീഖ് അനുസരിച്ചാണ് മലബാരികളുടെ അമല്. അതാ 6 മാസമായാലും വേണ്ടില്ല, 8 മാസമായാലും വേണ്ടില്ല, ജീവന്റെ അടയാളം ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നിസ്കരിക്കൂല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും.
എന്നാൽ സൂക്ഷ്മത റംലി ഇമാമിന്റെ ത്വരീഖ് എടുത്തിട്ട് 6 മാസം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ 7-മത്തെയോ 8-മത്തെയോ ഒക്കെ മാസത്തിൽ ജനിച്ചാൽ ജീവന്റെ അടയാളം കണ്ടിട്ടില്ലെങ്കിൽ പോലും നിസ്കാരം ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഇനി മയ്യത്ത് നിസ്കാരത്തിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അത് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സിൽ റബ്ബ് തൗഫീഖ് ചെയ്താൽ നമുക്ക് ഓതാം. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഇനിയുള്ള സമയം കുറച്ച് കുറവുണ്ട്, എന്നാലും ഉള്ള സമയം അത്യാവശ്യപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കാനുള്ളവര് പെട്ടെന്ന് മൈക്കിൽ വരിക. നേരത്തെ പറഞ്ഞ 2 സംശയങ്ങളുടെ മറുപടിയിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അവർക്കും വരാവുന്നതാണ്. ഏതായാലും ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് വിട്ടു. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഉസ്താദ്. വളരെ സന്തോഷമായി. നല്ലൊരു മറുപടി ഉസ്താദിൽ നിന്ന് നമുക്ക് കിട്ടി. സാധാരണ രീതിയിൽ നമുക്കിത് പറയാൻ പറ്റുന്നില്ല. ചില ആൾക്കാർ ചോദിച്ചാൽ ഉസ്താദ് പറഞ്ഞപ്പോഴാണ് പിന്നെ ത്വഫന്റെ ഇബാറത്തും മറ്റൊരു ഇബാറത്തും കൂടി വായിച്ച് ഇൻഷാ അല്ലാഹ് വളരെ ഉപകാരമായി. ഈ ആനത്ത് ഉസ്താദ് ഉണ്ടെന്ന് പറഞ്ഞ് നോക്കിയിട്ടില്ല. ഒരു കാര്യം ഉസ്താദെ, അവിടെ ആ വിഷയം എത്തിയിട്ടില്ല ഉസ്താദെ. മറവ് ചെയ്തതിൻ്റെ ശേഷമാണ് ആൾക്കാർ വന്നതെങ്കിൽ അത് ഖബറിന്റെ മുകളിൽ വെച്ചിട്ട് നിസ്കരിക്കലാണോ അഫ്ളല്, അതല്ല ഗായിബായിട്ട് മറവ് ചെയ്ത പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കലാണോ ഉസ്താദെ അഫ്ളല്? ഇപ്പൊ ചോദിക്കേണ്ട സമയമല്ല, നിസ്കാരത്തിന്റെ സമയമാണെങ്കിൽ ഉസ്താദ് പിന്നീട് പറഞ്ഞാലും മതി. അസ്സലാമു അലൈക്കും. മയ്യത്ത് മറവാടി കഴിഞ്ഞാൽ പിന്നീട് പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് മയ്യത്ത് ഖബറടക്കിയ ആ നാട്ടിലെ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ സഹീഹും അല്ല, മറിച്ച് ഖബറിൽ വെച്ച് നിസ്കരിക്കണം. വായിബിന്റെ മയ്യത്ത് നിസ്കരിക്കാം. അത് മയ്യത്ത് മരണപ്പെട്ട് മറമാടിയ നാട്ടിൽ നിന്നിട്ട് വായിബായ ആളുകൾക്ക് വായിബായ സ്ഥലത്ത് വെച്ച് നിസ്കരിക്കാം. മറമാടപ്പെട്ട നാട്ടിലെ പള്ളിയിൽ നിന്ന് വായിബായ നിസ്കാരം നിസ്കരിക്കാൻ പറ്റൂല. അത് ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് വരുന്നതാണ് വായിബിന്റെ പേരുള്ള നിസ്കാരത്തെ പറ്റി. അങ്ങനെ മറമാടിയതിന്റെ ശേഷം എത്തിയവർ ഖബറിൽ നിന്ന് നിസ്കരിക്കുകയാണ് വേണ്ടത്. ഓക്കെ. യാനത്തിനുണ്ട്, യാനത്ത് നന്നായി പറഞ്ഞിട്ടുണ്ട്. ഈ ത്വഫയിൽ പറഞ്ഞതിനെക്കാട്ടിലൊക്കെ വിശദമായി കാര്യങ്ങൾ യാനത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് നോക്കിക്കാളി, അത് ഒരു ഉറപ്പ് വരുത്താൻ നല്ലതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് സന്തോഷമായി ഉസ്താദ് മറുപടി പറഞ്ഞേ. പിന്നെ ഉസ്താദെ, ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ ചെറിയ ഇഷ്കാലം കൂടി ഉണ്ട്. ഫത്താവില് പരമ ഉസ്താദിന്റെ ഫത്താവയില് എന്താണ് ഇങ്ങനെ ഒന്ന് കാണുന്നുണ്ട്. ഒരു മഹലിൽ, ഒരു നാടിൽ 3 മഹലിൽ കൂടിയതാണെങ്കിലും കൂടിയ ഒരു നാടാണെന്നുണ്ടെങ്കിൽ ആ മഹലിലേക്ക് കൊടുക്കുക എന്ന് കണ്ടതായിട്ട് ഓർക്കുന്നു. ഉസ്താദെ, അങ്ങനെ ആവുമ്പോ ഈ നാടിന്റെ കണക്ക് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്? അതാണ് ചോദ്യം. മൈക്ക് ഓടുന്നു. ഉസ്താദിന്റെ ചോദ്യം മനസ്സിലായി എന്ന് തോന്നുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാടിന്റെ അതിർത്തി കണക്കാക്കാൻ നാടിന് സൂറ് പണ്ട് യാത്രന്റെ അവിടെ പറഞ്ഞോടത്ത് പറഞ്ഞിരുന്നു. സൂറിന്റെ പുറത്തുള്ളവർക്ക്, പുറത്തറുത്തത് സൂറിന്റെ ഉള്ളിലേക്കോ സൂറിന്റെ ഉള്ളിൽ ഉള്ളത് അതിന്റെ പുറത്തേക്കോ കൊണ്ടുപോകുമ്പോഴാണ് നഖലിന്റെ ഹുക്മ് വരുന്നത്. ഒരു നാട്ടിന്റെ അതിർത്തിയായി സൂറായി കണക്കാക്കപ്പെടുന്ന അതിർത്തി ഉണ്ടെങ്കിൽ ആ അതിർത്തിയോടുള്ള പുറത്തു നിന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനും പാടില്ല, ഉള്ളിലുള്ളത് ഈ അതിർത്തിയുടെ പുറത്തേക്ക് കൊണ്ടുപോകാനും പാടില്ല എന്നാണ് ഇമാമിങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അതിപ്പോ ഇതിനകത്ത് ചോദ്യം തന്നെ പ്രസക്തി ഇല്ലാതായി പോയില്ലേ. നക്കൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണ് ഷാഫി മദ്ഹബിലെ മുഅ്തമദ്. സുന്നത്തായ ഉദുഹിയത്താണെങ്കിലും സുന്നത്തായ അഖീഖത്താണെങ്കിലും ആ നാട്ടിൽ തന്നെ കൊടുക്കലാണ് ഉത്തമം എങ്കിൽ പോലും നക്കൽ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നതാണ് മുഅ്തമദ്. സുന്നത്തായതിൽ നിന്നാണെങ്കിൽ ഒരു പേരിന് കുറച്ചെങ്കിലും ആ അർത്ഥ നാട്ടിൽ കൊടുക്കണം, ബാക്കിയുള്ളത് അവിടെ കൊടുത്താൽ നന്ന് നക്കൽ ചെയ്യൽ ജായിസാണ്. അത് അഖീഖത്താണെങ്കിലും അങ്ങനെ തന്നെ. സുന്നത്തായ അഖീഖത്താണെങ്കിൽ ആ അർത്ഥ സ്ഥലത്ത് കുറച്ചെങ്കിലും കൊടുക്കണം. എന്നാ മുഴുവൻ അവിടെ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. കുറച്ച് ഫർദ് വിടാൻ വേണ്ടി കുറച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നക്കൽ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. അപ്പൊ നക്കലിന്റെ ഹുക്മ്
ഫർളായതിന് നക്കൽ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സുന്നത്തായതിൽ നിന്നിട്ട് ഫർളിന്റെ ഖദറാവുന്ന ഒരാൾക്കെങ്കിലും ആവശ്യമുള്ള മാംസം എന്ന് പറയുന്ന ഖദർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നക്കൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണല്ലോ മുഅത്തമദ്. അത് വന്നോടുകൂടി പിന്നെ മറ്റേ അഭിപ്രായം പറയേണ്ടതില്ല. ഇനി വേണമെങ്കിൽ അത് മുസാഫറിന്റെ ഹുക്മ പറഞ്ഞോർത്ത് പറഞ്ഞ നാട്ടിന്റെ സൂറിന്റെ പുറത്തുള്ളവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും അകത്തുള്ളത് പുറത്തേക്ക് കൊണ്ടുവന്നതും പാടില്ല എന്നാണ് അതിന് ഇമാമിങ്ങൾ ബയാൻ ചെയ്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, വിഷയത്തിൽപ്പെട്ട ഒരു ചോദ്യം ഇവിടെ ചോദിച്ചതുണ്ട്. ഒരു കുഴപ്പം പിടിച്ച ചോദ്യമാണ്. ഒരു യുവാവ് ഇപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞതാണ്. ഒരു വർഷമായി ഒരു കുട്ടിയുണ്ട്. ഇപ്പോൾ അവൻ്റെ ഭാര്യ അവനെ വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഇവർ അങ്ങോട്ട് അവളെയും തലാക്ക് ചെല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് എന്താ വേണ്ടെന്നുള്ള പരിഹാരം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ ഇങ്ങോട്ട് ഫസ്ഖ് ചെയ്യലാണോ വേണ്ടത്, അല്ല ആ കുട്ടിക്ക് ചെലവ് കൊടുക്കുന്നതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നൊന്ന് വിശദീകരിച്ചാലും നന്നായിരിക്കുമെന്ന് ഉസ്താദിനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മൈക്കോട്ട്. അസ്സലാമു അലൈക്കും. എന്തായാലും ബന്ധം സൂര്യ നമ്മളെ വിഷയമായിട്ട് ഒരു ചെറിയ പുലബന്ധം പോലും ഇല്ലാത്ത വിഷയം എന്താ പോയി. അതൊക്കെ ഒരു ഫായിദകൾ എന്തെങ്കിലും പറയാന്നാണെങ്കിൽ അടുത്തുണ്ടെങ്കിൽ നല്ല ഒലച്ചിലുള്ള ഒരു ചൂരൽ കൊണ്ടുവന്നിട്ട് നല്ലോണം 2 ഓനും കൊടുക്കുക, അതുപോലെ 2 ഓക്കും കൊടുക്കുക. അതാ വേണ്ടത്. അതിനൊന്നും മസാല അറിഞ്ഞു കൊടുക്കലല്ല. കുറച്ച് വകതിരി വെത്താത്ത തകരാറാ. മനസ്സിലായില്ലേ? ഓളോനെ വേണ്ടാന്ന് പറഞ്ഞാല് അതിനനുസരിച്ച് വേണ്ട നിൽക്കേണ്ട വേണം നിൽക്കാനൊക്കെ ഉള്ള അധികാരം ഓനാണ്. ഓക്ക് എന്താ അധികാരം? ഫസ്ഖ് ചെയ്യാനുള്ള അധികാരം വേണ്ടാന്ന് അറിയണതാ? തരക്കടില്ല. ഫസ്ഖ് ചെയ്യാനുള്ള അധികാരം ഇവന്റെ അടുക്കല് ലൈംഗിക അവയവം ഇല്ല. ആ സാധനത്തിന് തീരെ ഇല്ല. ഓളെന്നെ മുറിച്ചതായാലും വേണ്ടിയില്ല, അഞ്ഞ് വേറെ ആരെങ്കിലും മുറിച്ചതായാലും വേണ്ടി ആ സാധനം തന്നെ ഇല്ല. എന്നാ പിന്നെ തരക്കടില്ല. ഓള് പറയുകയാണെങ്കിൽ ഫസ്ഖ് ചെയ്യാം. അല്ലാതെ എങ്ങനെയാണ്? അശല്ലാണെങ്കിൽ ഒരു കൊല്ലം കാത്തിക്കണം. നിങ്ങളാ വിചാരിച്ചേക്കൊന്നല്ല ആരുമില്ലേ. അശല്ലാണെങ്കിൽ ഇവൻ അശല്ലാണ് എന്ന് ഇവൾ കേസ് കൊടുത്തിട്ട് കാളി ഒരു കൊല്ലത്തെ അവധി കൊടുക്കും. എന്നിട്ട് ഈ ഒരു കൊല്ലത്തിന്റെ ഇടയ്ക്ക് അവന് ഇവളുമായി ശാരീരിക ബന്ധത്തിന് ഏർപ്പെടാൻ ഉള്ള അവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ബോധ്യപ്പെടണം. അതിനൊരു കൊല്ലം കാത്തിക്കണം. എന്നിട്ട് പിന്നെയാണ് ഫസ്ഖ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുക. മനസ്സിലായില്ലേ? കുറ്റിയോടെയാണ് മുറിച്ചിട്ടാ മതി. എന്നാ പിന്നെ ഫസ്ഖ് ചെയ്യാം. കാരണം ഇനിയിപ്പോ നേച്ചു കൂട്ടാൻ കഴിയൂലല്ലോ എന്നുള്ള എനിക്ക്. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അങ്ങനെ പലതും തന്നെയല്ല. കാലാവസ്ഥക്കനുസരിച്ചും മാനസികാവസ്ഥക്കനുസരിച്ചും ഒക്കെ ഇതിനവസ്ഥ മാറി വരും. അതൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലം കാത്തിക്കണം. അതൊന്നും ഒരു വജ്ജല്ല. അല്ലെങ്കിൽ ശർഈയായ ഒരു കാരണം കൂടാതെ ഒരു സ്ത്രീ ഭർത്താവിൽ നിന്നിട്ട് ത്വലാഖ് ആവശ്യപ്പെട്ടാൽ ഹറാമുൻ അലിയ റായത്തുൽ ജന്നാണ്. സ്വർഗത്തിന്റെ പരിമളം പോലും ആ പെണ്ണിന് ഹറാമാണ്. അഥവാ ശർഈയായ കാരണം ഉണ്ടെങ്കിൽ അത് ഉത്തരവാദപ്പെട്ട ആളുകളെ ബോധ്യപ്പെടുത്തിയാൽ അവൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഖുൽഅ് ചെയ്യാം. ഫസ്ഖ് ചെയ്യാൻ വകുപ്പില്ല. ഖുൽഅ് ചെയ്യാം. പണ്ട് നിക്കാഹിന്റെ ബോധ്യപ്പം പറഞ്ഞില്ലേ, ഇവൻ നേരത്തെ അവൾക്ക് കൊടുത്ത മഹറോ അതുപോലെ ഒരു വിലപിടിപ്പുള്ള ഒരു സംഖ്യയോ വസ്തുവോ നഷ്ടപരിഹാരമായി പുതിയാപ്പിളക്ക് കൊടുത്തിട്ട് അവനോട് ത്വലാഖ് ചൊല്ലിക്കാം. അതിന് ഖുൽഅ് ചെയ്യുക എന്നാണ്. അത് മാത്രമേ അവൾക്ക് അവകാശമുള്ളൂ. ഫസ്ഖ് ചെയ്യേണ്ട പോസ്റ്റല്ല. വേണമെങ്കിൽ ഖുൽഅ് ചെയ്യാം. അതുകൊണ്ട് ഭർത്താവിന് നേട്ടമുണ്ട്. ഖുൽഅ് ചെയ്യുകയാണെങ്കിൽ അവൾക്ക് നേരത്തെ കൊടുത്ത മഹർ തിരിച്ചു വാങ്ങാം. അത് വാങ്ങിയിട്ട് അതിന് പകരമായിട്ട് ത്വലാഖ് ചെയ്യുക. അതുകൊണ്ട് അവൾക്കും ഗുണമുണ്ട്. കാരണം എന്താ? മടക്കിയെടുക്കാൻ കഴിയൂല പിന്നെ. അല്ലാതെ വേറെന്താ? അതിൽ പിന്നെ ഒരു മസാല പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കുട്ടി ഓന്റെ കുട്ടിയാണെന്ന് ആണല്ലോ. അതുകൊണ്ട് കുട്ടിക്കാരും എന്തായാലും കൊടുക്കണം. അത് ത്വലാഖ് എല്ലാവരും കൊടുക്കണം, ഇല്ലെങ്കിലും കൊടുക്കണം.
കുട്ടിയുടെ സംരക്ഷണ ചെലവ് രക്ഷിതാവാവുന്ന പിതാവിന്റെ മേലാണ് അള്ളാഹു തആല ഫർളാക്കിയത്. അത് ഭാര്യ ലോകത്തിൽ നിൽക്കട്ടെ, ഭാര്യയെ തലാക്ക് ചെല്ലട്ടെ, അതൊന്നും അതിന് ബന്ധമില്ല, കുട്ടികളുമായിട്ട് ബന്ധമില്ല. കുട്ടി അവന്റെ ശറഅന്റെ നിയമപ്രകാരം അവന്റെ കുട്ടിയാണ്. അവന്റെ കുട്ടിയാവുമ്പം ആ കുട്ടിയുടെ പ്രായപൂർത്തി എത്തുന്നതുവരെ കുട്ടിക്ക് വേണ്ട ചെലവും സംരക്ഷണങ്ങളും ഒക്കെ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ പുതിയാപ്ലക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് പള്ളിയിൽ ഇഖാമത്ത് തുറക്കാനായി. ഉസ്താദേ, ഈ നമ്മുടെ നാട്ടിലെ ഈ മരിച്ച മയ്യത്തിന്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ ഈച്ചനെ പിന്നെ ആട്ടിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു ഈച്ച പോലും ഇരുന്നാൽ ആ വേദന മയ്യത്തിന് താങ്ങാൻ പറ്റൂല എന്നാണ്. അതിന് അവർ പറയുന്ന ഉദാഹരണം, മയ്യത്ത് വേദനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജീവനുള്ള ആടിന്റെ തോലൂരുന്നത് പോലെയാണ് ഒരു മയ്യത്ത് വേദന ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിക്കുക എന്നതാണ്. അതുകൊണ്ട് അത്രയും വലിയ തോലുപോയ വേദനയുള്ള അവസ്ഥയിലാണ് മയ്യത്ത് കിടക്കുന്നത്. അതുകൊണ്ട് ഈച്ച പോലും ഇരിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്ന് നമ്മുടെ നാട്ടിൽ പറയാറുമുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഉസ്താദേ. ചില പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആട്ടാൻ വേണ്ടി തന്നെ ഇരിക്കാറുണ്ട്. ഇതെന്താണ് ഉസ്താദേ, അത്രമാത്രം ഉണ്ടോ മയ്യത്തിനെ? ഒന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മരിച്ച മയ്യത്തിന്റെ ശരീരത്തിന് വേദന ഒന്നും ഉണ്ടാവില്ല, മറിച്ച് മയ്യത്തിനെ ഹുർമത്ത് ബഹുമാനിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മരിക്കുന്ന സമയത്ത് മരണവേദന എന്ന് പറയുന്ന വേദന പറഞ്ഞേക്ക് ഈ ദുനിയാവിൽ വിവരിക്കാൻ കഴിയാത്ത അത്രയും കഠിനമായ വേദനയുള്ള സംഗതിയാണ് മരണം എന്നത്. പക്ഷേ റൂഹ് ശരീരവുമായി വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേദന ശരീരത്തിനല്ല. അപ്പോ ഈച്ചിരുന്നത് കൊണ്ടോ ഞാൻ അതുപോലുള്ള വല്ല കാര്യം കൊണ്ടൊന്നും മയ്യത്തിന്റെ ശരീരത്തിന് വേദനയൊന്നും ഉണ്ടാവില്ല. പക്ഷേ മയ്യത്തിന്റെ ശരീരത്തിൽ ഉറുമ്പരിക്കുക, ഈച്ചരിക്കുക പോലെയുള്ളത് അനാദരവായിക്കൂട്ടും, മയ്യത്തിന്റെ ഹുർമത്ത് കേടായിക്കൂട്ടും. അത് വരാതിരിക്കാൻ വേണ്ടി മയ്യത്തിനെ കിടത്തിയ സ്ഥലത്തേക്ക് ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടി മുൻകരുതലുകൾ ചെയ്യൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ മയ്യത്തിന്റെ ശരീരത്തിൽ ഇങ്ങനെ ഈച്ച ആർക്കുക എന്ന് പറയുന്നത് മയ്യത്തിനൊരു ബഹുമാനക്കുറവാണ്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം. അപ്പോ ഈച്ചനാട്ടണം, ആ ആട്ടിന് വേദനയാണീനല്ല, മറിച്ച് മയ്യത്തിന്റെ ശരീരത്തിൽ ഈച്ച ഇരിക്കുക, അതിങ്ങനെ ഈച്ച ജീവനില്ലാത്തതാവുമ്പോഴേ നമ്മൾക്കറിയില്ല എന്ന് അറിഞ്ഞിട്ട് തരില്ല. ഈച്ച ഉറുമ്പ് പോലത്തതിനൊക്കെ ഈ മയ്യത്തിന്റെ ശവം വാസനിക്കുന്നു. ആ വാസന കിട്ടുമ്പോൾ അറ്റ വന്നിട്ട് ഇങ്ങനെ നിറയും. അങ്ങനെ ഈച്ച അറക്കുക എന്ന് പറയുന്നത് ഒരു ഹുർമത്ത് കേടാണ്, മയ്യത്തിന്റെ ആദരവ് ഭംഗമാണ്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആട്ടലാട്ടണം, വേദനയാകാൻ വേണ്ടിയിട്ടല്ല, മയ്യത്തിന്റെ ബഹുമാനവും ആദരവും സംരക്ഷിക്കാൻ വേണ്ടി. എന്നേക്ക് ഉറുമ്പ് വരും, ആ ഉറുമ്പ് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കട്ടിലിന്റെ കാല് വെക്കുകയോ അതല്ലെങ്കിൽ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വല്ല മരുന്ന് പ്രയോഗങ്ങളോ നടത്തണം. അതും മയ്യത്തിനെ ബഹുമാനം ഹുർമത്ത് പാലിക്കാൻ വേണ്ടിയിട്ടാവുന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഉസ്താദെ, പിന്നെ ഒരു ചോദ്യം മയ്യത്തുമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പിന്നെ അധിക സ്ഥലങ്ങളിൽ കണ്ടുവരാറുണ്ട് മയ്യത്തിന്റെ തല പിന്നെ വലതു ഭാഗത്തേക്ക് ചെരിച്ചിട്ടായിട്ട് കിടത്തുന്നത് കാണാറുണ്ട്. അപ്പോ അതിന് വല്ല തെളിവുണ്ടോ? പക്ഷെ എൻ്റെ ഉസ്താദ് എനിക്ക് ദർസ് എടുത്ത് തന്നതിനന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു, ഈ തല നേരെ മുകളിലോട്ട് തന്നെയാണ് ചെരിച്ചു വെക്കരുത് എന്ന്. പക്ഷെ അധിക സ്ഥലങ്ങളിലും കാണുന്നത് ഇങ്ങനെയാണ്, വലത് ഭാഗത്തേക്ക് ചെരിച്ച് കിടത്തിയിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിൽ വല്ല അടിസ്ഥാനം ഉണ്ടോ ഉസ്താദെ? ഞാൻ മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എൻ്റെ ഉസ്താദ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ മരിച്ചിട്ട് ഇപ്പോൾ 3-4 കൊല്ലമായി. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. ഞാൻ മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ ഉസ്താദന്മാർക്കും ഒക്കെ മഗ്ഫിറത്തും മർഹമത്തും ചെയ്യുമാറാകട്ടെ. പരലോക ജീവിതം അല്ലാഹു തആല സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവരെ ദറജകൾ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മയ്യത്തിനെ കിടത്തേണ്ടത് 3-ൽ 1 രീതിയിലാണ് എന്നാണ് ഇമാമിയങ്ങളൊക്കെ കിതാബിൽ പറഞ്ഞത്. ഒരു പക്ഷേ സാധിക്കുമെങ്കിൽ ഖബറിൽ മയ്യത്ത് കിടത്തുന്നത് സുന്നത്തായതുപോലെ
വലതുവശം ചെരിച്ച് വടക്കോട്ട് തലയും തെക്കോട്ട് കാലുമാക്കി വലതുവശത്തേക്ക് ചെരിച്ച് കിടത്തുക. അങ്ങനെ ശരീരത്തിന്റെ മുമ്പാകം ഖിബില കൊള്ളയാവുന്ന നിലക്ക്. ഇനി അതിന് പ്രയാസമുണ്ടെങ്കിൽ തെക്കോട്ട് തലയും വടക്കോട്ട് കാലുമാക്കി ഇടതുവശം ചെരിച്ച് കിടത്തുകയും ആവാം. അപ്പോഴും മുമ്പാകം ഖിബില കൊള്ളയാവുക. അതല്ലെങ്കിൽ പിന്നെ കിഴക്കോട്ട് തലയും പടിഞ്ഞാട്ട് കാലുമായി വെക്കുകയും തലക്ക് കീഴിൽ തലയണി വെച്ചു കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ കാലിന്റെ ഉള്ളം കാലും മുഖവും ഖിബിലയിലേക്ക് ആവുന്നത്. ഈ 3 രീതിയും പറഞ്ഞതിന് ശേഷം മയ്യത്തിനെ സംബന്ധിച്ച് നാട്ടിൽ നടപ്പുള്ളതും പ്രായോഗികവുമായത് 3ാമത് പറഞ്ഞ രീതിയാണ്. അഥവാ നമ്മളെ നാടുകളിൽ കിഴക്കോട്ട് തലയും പടിഞ്ഞാട്ട് കാലുമായി വെക്കുക. അപ്പൊ 2 ഉള്ളം കാല് ഖിബില കൊള്ള തിരിയും. തലക്ക് താഴെ തലയണി വെച്ചു കൊടുക്കുക. തലയണി വെച്ചു കൊടുത്താൽ മുഖം അല്പം പൊങ്ങി മുഖത്തിന്റെ മുമ്പാകം ഖിബില കൊള്ള കിട്ടും. ഈ രീതിയിലാണ് കിടത്തേണ്ടത്. അങ്ങനെ തന്നെയാണ് നാട്ടിലെ അമലെന്നും പറഞ്ഞു. ഇനി അതിന്റെ മാറ്റം അങ്ങനെയല്ലാതെ ചുരുക്കം ചില പ്രദേശങ്ങളിൽ മയ്യത്തിനെ തല വടക്കോട്ടും കാല് തെക്കോട്ടുമായി മലർത്തി കിടത്തും. അത് സുന്നത്തിനെതിരാണ്. എന്നിട്ട് അവിടെ സുന്നത്ത് എടുക്കാൻ വേണ്ടിയിട്ട് തല മാത്രം ചെരിച്ചിട്ട് മുഖം ഖിബിലയിലേക്ക് കിട്ടുന്ന രീതിയിൽ വെക്കുക. അത് തെറ്റാണ്. അത് ഇമാമിങ്ങൾ ആരും പറഞ്ഞ രീതിയല്ല, അത് തെറ്റായ രീതിയാണ്. കാരണം തല തിരിച്ചു വെക്കുന്ന ഒരു അവസ്ഥയാണ്. മയ്യത്ത് ഇങ്ങനെ മലർന്നെടുക്കുക, തല മാത്രം ചെരിച്ചു വെക്കുക എന്ന് പറയുന്നത് അത് പിന്നീട് ഖബറടക്കുന്ന സമയത്തൊക്കെ വലിയ പ്രയാസം നേരിടും. അത് ചെയ്യാൻ പാടില്ല. ശരിക്ക് വേണ്ടത്, പ്രായോഗികമായിട്ട് വേണ്ടത്, കിഴക്ക് പടിഞ്ഞാറായി മയ്യത്തിനെ കിടത്തുക, തലക്കടിയിൽ തലയണി വെച്ചു കൊടുക്കുക. തലയണി വെച്ചു കൊടുത്താൽ മുഖത്തിന്റെ മുമ്പാവും ഖിബിലയ്ക്ക് കിട്ടും, ഉള്ളംകാലും കൊണ്ട്. അതാ മലർന്ന് കിടന്ന് നിസ്കരിക്കുന്ന ഫർനിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ മലർന്ന് കിടന്ന് നിസ്കരിക്കുകയാണെങ്കിൽ 2 ഉള്ളംകാലും മുഖവും കൊണ്ട് ഖിബിലക്ക് മുന്നിടാൻ, അവിടെ മുഖം കൊണ്ട് ഖിബിലക്ക് മുന്നിടാൻ പറഞ്ഞ് തലക്ക് കീഴിൽ തലയണി വെക്കാണ്. ആ രീതിയാണ് സുന്നത്തായ രീതി. തല മാത്രം ചെരിച്ച് മയ്യത്തിനെ മലർത്തി കിടത്തി തെക്ക് വടക്കായിട്ട് കിടത്തുന്നത് സുന്നത്തിനെതിരാവുന്നു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുകളിലത്തെ ആള് മൈക്ക് എടുക്കാത്തോണ്ട് അടുത്താണ്. ഉസ്താദ്, മയ്യത്ത് കഫൻ ചെയ്യുമ്പോൾ മയ്യത്തിന്റെ 2 കൈ എവിടെ വെക്കേണ്ടത്? വയറിന്റെ മുകളിൽ വെച്ചിട്ടാണോ കഫൻ ചെയ്യേണ്ടല്ലോ, സൈഡിനാണോ? അതുപോലെ തന്നെ കഫൻ ചെയ്ത് കഴിഞ്ഞാലും കാലിന്റെ ചുണ്ടൻ പല്ല് തമ്മിലുള്ള ആ കെട്ട് അയച്ചു കളയണോ കഫൻ ചെയ്ത് കഴിഞ്ഞാൽ? ഓക്കെ, അസ്സലാമു അലൈക്കും. ആൾക്ക് നേരത്തെ ഓതിയ സമയത്ത് വിശദമായി പറഞ്ഞ ഭാഗമാണല്ലോ. ആ ഭാഗങ്ങൾ കേൾക്കാത്തതാ. അതൊക്കെ പാഠം ഓതിയെന്ന് വിശദമായി പറഞ്ഞിരുന്നു. 2 രീതിയിലും വെക്കൽ അനുവദനീയമാണ്. നിസ്കാരത്തിൽ തക്ബീറത്ത് കെട്ടുന്നത് പോലെ കെട്ടാം, അങ്ങനെയും ആവാം. 2 കൈയും 2 ശരീരത്തിന്റെ ഇടത്തും വലത്തും ഭാഗത്തേക്ക് ചേർത്ത് അടുപ്പിച്ചു വെക്കുന്ന രീതിയും ആവാം. ഈ 2 രീതിയിലും വെക്കൽ തുല്യാണ്. ഒന്നൊന്നിനേക്കാൾ പ്രത്യേകിച്ച് ഫളീലത്തൊന്നും ഇല്ല. പക്ഷേ ശ്രദ്ധിക്കാനുള്ളത്, തക്ബീറത്തിൽ ഇഹ്റാം കെട്ടിയ രീതിയിലാണ് കൈവച്ചിരുന്നത് എങ്കിൽ ഖബറ് മയ്യത്തിനെ ഖബറിൽ വെച്ച് കഴിഞ്ഞ് കഫൻ തുണിയുടെ കെട്ടുകൾ അഴിച്ചു കഴിഞ്ഞാൽ വലത്തെ കൈ എടുത്ത് ഖബറിൽ നിവർത്തി വെച്ച് ഉള്ളം കൈ മേൽപോട്ടാവുന്ന രീതിയിൽ വേണം. അതിന്റെ കാരണം, ചെരിഞ്ഞു കിടക്കുന്ന മയ്യത്തിന്റെ കൈ വലത്തെ കൈ ഇങ്ങനെ ഇപ്പുറത്തേക്ക് വെച്ചിട്ടാണല്ലോ ഉണ്ടാകുക. അത് തന്നെ വീണു പോകും താഴേക്ക്. അങ്ങനെ വീണു പോകുന്ന ഹുർമത്ത് കേട് വരാതിരിക്കാൻ വേണ്ടി എടുത്തി താഴെ വെക്കണം. അല്ലാതെ 2 രീതിയിലും വെക്കൽ തുല്യാണ്. ഒന്നൊന്നിനേക്കാൾ പ്രത്യേകം ശ്രേഷ്ഠതയൊന്നും ഇല്ല. കാലിൽ വിരലുകൾ കൂട്ടിക്കെട്ടുന്നത് തെറ്റാണ് എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ കേട്ടില്ല. ശരിക്ക് വേണ്ടത് കാലിന്റെ വിരലുകൾ കെട്ടിക്കെട്ടുകയല്ല, കാലിന്റെ ഒരു പാദവും മറ്റേ പാദവും കൂട്ടിയിട്ട് കെട്ടുകയാണ് വേണ്ടത്. അല്ലാതിരുന്നാൽ കാലിന്റെ ബലം നഷ്ടപ്പെട്ട് ജീവനില്ലാത്ത ശരീരമായതുകൊണ്ട് 2 പെരുവിരലുകൾ കൂട്ടിക്കെട്ടുമ്പോൾ കാല് വളയും. അത് ഹുർമത്ത് കേടാണ്. കാല് വളയാതിരിക്കാൻ വേണ്ടി ഒരു പാദവും മറ്റേ പാദവും കൂട്ടിക്കെട്ടുകയാണ് വേണ്ടത്. അത് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ കെട്ടഴിക്കുന്ന കൂട്ടത്തിൽ ആ കെട്ടും അഴിക്കേണ്ടതാണ്. കഫൻ ചെയ്യുമ്പോഴല്ല അയക്കേണ്ടത്. അത് ഖബറിൽ വെക്കുന്ന സമയത്ത് മയ്യത്തിന്റെ കെട്ടുകളൊക്കെ അയക്കണം. ആ അയക്കുന്ന കൂട്ടത്തിൽ
ഈ കാല് കൂട്ടിക്കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ കെട്ടും അഴിക്കേണ്ടതാണ്. അദ്ദേഹം എടുക്ക് സിദ്ദീഖ് AK സിദ്ദീഖ് കുവൈത്ത് മൈക്കെടുക്കണ കാണാനില്ല. ഉസ്താദേ ഒരു ചോദ്യം, 2 ചോദ്യമുണ്ട്. പിന്നെ വന്നത് ഉണ്ട്. പിന്നെ ഒന്നാമത്തെ, ഒരാള് ഖുർആൻ ഖത്തം ഓതാൻ വേണ്ടി പിന്നെ നേർച്ചയാക്കി, ഒരു സീമലില്ലാഹി തങ്ങളെ പേരിലോ താജുൽ മുപ്പാപ്പാന്റെ ആരെങ്കിലും പേരില്, അങ്ങനെ റൂമിൽ പിന്നെ ഖത്തം എടുക്കുന്ന ഒരു ഘട്ടം വന്നപ്പോ അദ്ദേഹം ഈ ഓതിയെന്ന് 15 ജുസ് 20 ജുസ് എത്തിയതിന് 5 ജുസോ ഒരു 10 ജുസോ ഈ റൂമിൽ ഖത്തം എടുക്കുമ്പോൾ അതിന് കൊടുത്തു ഈ അദ്ദേഹം, അല്ലെങ്കിൽ ആകെ 10 ജുസ് ആയിട്ടുള്ളൂ അദ്ദേഹം ഓതിയിട്ട് ഈ ഖത്തം നേർച്ചയാക്കിയത് ഓതുമ്പോ. പിന്നെ 5-10 ജുസ് വേറെ റൂമിൽ ഖത്തം എടുക്കുമ്പോ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ നേരത്തെ നേർച്ചയാക്കിയ ആ വലിയ അല്ലെങ്കിൽ മറ്റുള്ള മരണപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആർക്ക് നേർച്ചയാക്കിയ രണ്ടാമത് അത് പിന്നെ ഫാത്തിഹ മുതൽ ഖത്തം, ഒന്നാമത്തെ ഖത്തം ജുസ് മുതൽ തുടങ്ങണോ, അതല്ല ഈ ഹദിയ ചെയ്ത അടക്കമുള്ളത് കൂട്ടിയിട്ട് ഖത്തം പൂർത്തിയാക്കിയാൽ മതിയോ ആ നേർച്ച കടം എന്നുള്ള ഒരു ചോദ്യം മൈക്കൂട്ട്. അത് ചോദിക്കുമ്പോൾ തന്നെ തിരിയണില്ല തെക്കുമലസ്താദെ, അത് ശരിയല്ലാന്ന്. ഒരാള് നേർച്ചയാക്കിയാൽ അത് അദ്ദേഹത്തിന്റെ മേൽ ഫർള് അയിനായി, പിന്നെ അത് അയാൾ ചെയ്യന്നെ വേണം. അപ്പൊ നേർച്ചയാക്കിയതിന് വേണ്ടിയിട്ട് നിയ്യത്ത് ചെയ്ത് ഓതാൻ തുടങ്ങിയത് അതാ നിലക്കന്നെ പൂർത്തിയാക്കണം. അതിന്റെ ഇടയ്ക്ക് വേറെ ഓതിനോട് കേടില്ല. പക്ഷേ ഈ ഒരാൾക്ക് വേണ്ടി നേർച്ചയാക്കി ഓതിയത് വേറൊരാൾക്ക് അത് ചെയ്യാൻ പറ്റൂല. അത് ആ നേർച്ചയാക്കിയ ആൾക്ക് തന്നെ ഈ ഫുജൂബാണ്. അത് പൂർത്തിയാക്കിക്കൊള്ളുന്നില്ല. പൂർത്തിയാക്കുന്നതിന് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ് 10 ജുസ് കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട ഒരാൾ വഫാത്തായി, അയാളുടെ മേൽ ഖത്തം എടുക്കുന്ന കണ്ടപ്പോ എന്റെ വക ഒരു 5 ജുസ് എന്ന് പറഞ്ഞു കൂട്ടിക്കോളി. എന്നാൽ ആ 5 ജുസ് വേറെ ഓതണം, മറ്റേ ഓതിയെന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റൂല. ഇത് പൂർത്തിയായിട്ടേ വേറെ ഓതാൻ പാടുള്ളൂ, അങ്ങനെയില്ല. മനസ്സിലായില്ലേ? 10 ജുസ് ഉദാഹരണം പറയാ, നേർച്ചയാക്കിയ ഖത്തമിന്റെ 10 ജുസ് കഴിഞ്ഞ സമയത്താണ് ഇങ്ങനെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് ഖത്തം ഓതുവാൻ വേണ്ടിയിട്ട് ആളുകൾ ഏറ്റെടുക്കുന്ന സമയത്ത് അതിലൊരു 5 ജുസ് ഓതാൻ ഏറ്റെടുത്ത് നോക്കുക. എന്നാൽ അത് വേറെ ഓതണം. നേരത്തെ ഓതിയ 10 ജുസിന്റെ ബാക്കി 20 ജുസ് ആ നേർച്ചയാക്കിയതിന് ഓതുകയും വേണം. ഒറ്റ ചോദ്യം കൂടി, ഇന്നലെ ഉള്ളതാണ് ഇതൊക്കെ. പിന്നെ ഒരു സ്ത്രീ 3 മാസം ഗർഭിണിയാണ്, ശരീരത്തിൽ മൊത്തം പൊട്ടി എന്ന് പറഞ്ഞാൽ ചിക്കൻ ബോക്സ് ആയിരിക്കും. നമ്മുടെ ഒരു ഭാഗം ഞാൻ പറഞ്ഞില്ല, മലപ്പുറം ജില്ലയുടെ ഭാഗത്താണ്. വളരെ ബുദ്ധിമുട്ടിലാണ് ആ കുടുംബം. അങ്ങനെ 2 ഡോക്ടർമാരെ കാണിച്ചപ്പോ 2 ഡോക്ടർമാര് പറഞ്ഞത് അത് എടുത്ത് ഒഴിവാക്കണം, അതായത് പിന്നെ ഗർഭം എടുത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവളാണെങ്കിൽ കുറച്ച് ദീനൊക്കെ ഉള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് സമ്മതിച്ചിട്ടില്ല. ഭർത്താവിന്റെ വീട്ടുകാരും ഇവരും തമ്മിൽ പ്രശ്നത്തിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഒരു ഡോക്ടറെ കാണിച്ചു, അതേ അഭിപ്രായം തന്നെ രണ്ടാമത്തെ ഡോക്ടറെ കാണിച്ചു. 7 മാസം 8 മാസമൊക്കെ ആകുമ്പോ ഈ അസുഖം വന്നു കഴിഞ്ഞാലുള്ളൂ പിന്നെ കുട്ടിക്ക് ബാധിക്കാതിരിക്കുക. ഈ 2-3 മാസമൊക്കെ ആയിരിക്കുമ്പോ അത് കുട്ടിക്ക് ബാധിക്കും, വളരെ സീരിയസ് ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഘട്ടം വന്ന് എടുത്ത് കളയുന്ന ഭർത്താവിന്റെ വീട്ടുകാർ പറയുന്നു, ഇവള് വീട്ടുകാർ എടുത്ത് കളയാൻ സമ്മതിക്കണില്ല. അപ്പൊ അത് അവര് തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് പുറമെ അങ്ങനെ എടുത്ത് കളഞ്ഞാൽ ശറഈയായിട്ട് കുറ്റം വരുമോ എന്നൊരു ചോദ്യമാണ്. ഉസ്താദ് അവിടെ നിന്ന് വിശദീകരിച്ചു കൊടുത്താൽ അവർ കേൾക്കുന്നുണ്ടായിരിക്കും. മൈക്കൂട്ടു. ഇപ്പോഴത്തെ ഡോക്ടർമാരെ വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ് ഹബീബെ. പഴയ കാലത്തൊക്കെ പറയുന്ന സിഖത്തായ ത്വബീബ് അത് ഇന്ന് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, വളരെ കുറവാണ്. ഇന്ന് എല്ലാം കേവലം ബിസിനസ് മാത്രമാണ്. അത് ഡോക്ടർമാരെയും ആശുപത്രികളെയും മറ്റെന്തിനേക്കാളും കൂടുതൽ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രൈവറ്റ് ആശുപത്രികൾ, വലിയ 5 സ്റ്റാർ ആശുപത്രികൾ വരെ പച്ചക്ക് മനുഷ്യനെ കടിച്ചു തിന്നുന്ന ഒരു തരം ക്രൂര മൃഗങ്ങളെ പോലെയായി മാറിയ കാലമാണ്. സ്കാൻ ചെയ്ത് കുട്ടിക്ക് ഗുരുതരമായ അംഗഭംഗമുണ്ട് എന്ന് 1-ലധികം ലാബുകളിൽ നിന്നിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയത് മഹാന്മാരായ ഉസ്താദന്മാരുടെ ഉപദേശപ്രകാരം ദിക്റുകൾ സ്വലാത്തും ചൊല്ലിയിട്ട്
യാതൊരു അംഗവൈകല്യവുമില്ലാതെ പരിപൂർണ ആരോഗ്യവാന്മാരായ കുട്ടികൾ ജനിച്ച ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെയൊക്കെ അറിവിലുണ്ട്. ബഹുമാനപ്പെട്ട നമ്മളെ സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ, പൊസോട്ട തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ ബഹുമാനപ്പെട്ട പകര ഹസൻ ഉസ്താദ്, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് തുടങ്ങിയ ഉസ്താദന്മാര്, ഇനി അല്ലാതെ ഒരുപാട് സാദാത്യങ്ങളുണ്ട്. അവര് അങ്ങനെയുള്ള ആളുകളെ സമീപിച്ച് വിവരങ്ങൾ പറഞ്ഞാൽ ഒരു പ്രയാസവുമില്ലാതെ സന്തോഷകരമായി ഗർഭം പൂർണ്ണമായി കുട്ടിക്ക് യാതൊരു വൈകല്യവുമില്ലാതെ ജനിക്കാൻ തന്നെ സഹായകമാവും. അതാണ് അപകടമില്ലാത്ത ഹൈറായ ത്വരീഖ്. മനസ്സിലായില്ലേ? ഇനി സംഗതി വശാൽ വല്ല അംഗവൈകല്യവും വന്നു പോയി എന്ന് വന്നാൽ തന്നെ അത് അല്ലാഹു തആല ഒരു കുടുംബത്തിന് ചെയ്തു തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഒരു കുടുംബം തന്നെ ആഖിറത്തിൽ രക്ഷപ്പെടാനും സ്വർഗം കിട്ടാനും ദോഷങ്ങൾ പൊറുക്കപ്പെടാനും ഒക്കെ അത് കാരണമാണ്. കാരണം ഈ വൈകല്യമുള്ള കുട്ടിയെ ബഹുമാനിച്ചും സ്നേഹിച്ചും ആ കുട്ടിക്ക് വേണ്ടി പരിചരണങ്ങൾ ചെയ്തും ഒരു കുടുംബം മുന്നോട്ട് പോകുമ്പോൾ അത് മുഖേന ആത്മീയമായി വലിയ ഉന്നതി ആ കുടുംബത്തിനുണ്ടാവും. അതനുസരിച്ച് ആ കുട്ടിയെ സ്നേഹിച്ചും ആദരിച്ചും കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഇതൊക്കെയാണ് അതിന്റെ ആത്മീയ വശങ്ങൾ. ഇനി സാധാരണ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന ഫിഖ്ഹിന്റെ ബാഹ്യ നിയമപ്രകാരം 4 മാസം ആകുന്നതിന് മുമ്പ് അപകടകരമല്ലാത്ത രീതിയിൽ ഗർഭം അലസിപ്പിക്കൽ ഹറാമില്ല എന്നതാണ് ഫത്വ ചെയ്യപ്പെടുന്ന അഭിപ്രായം. മനസ്സിലായില്ലേ? എന്നാൽ ഇമാം മുസാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പോലെയുള്ള വലിയ മഹാന്മാര് പറഞ്ഞത് കുട്ടി രൂപപ്പെടുന്നതോടുകൂടി അഥവാ ബീജവും അണ്ടവും കൂടി ഒരുമിച്ച് കൂടി ഈ സാധനം ഭ്രൂണമാകലോടുകൂടി തന്നെ അതിന് ജീവൻ വരുമെന്നും അതുകൊണ്ട് ഭ്രൂണാവസ്ഥയിലുള്ള ഒരു കുട്ടിയെ കൊല്ലാൻ പാടില്ല, ഹറാമാണെന്നും ആണ്. ശാസ്ത്രം ഈ പറഞ്ഞ അഭിപ്രായത്തെയാണ് പിന്തുണക്കുന്നത്. അഥവാ ഭ്രൂണത്തിന് തന്നെ ശരിക്ക് ജീവനുണ്ട് എന്നും ഭ്രൂണഹത്യ നടത്തുന്ന സമയത്ത് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജീവൻ മരണ പോരാട്ടം നടത്തുന്ന കൈകാലിട്ടടിച്ച് മരണവെപ്രാളം കാട്ടുന്നത് ലാബിൽ നോക്കിയാൽ കൃത്യമായി നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുമെന്നും കരളുള്ള ഏതൊരു മനുഷ്യനെയും ആ വെപ്രാളം കണ്ടാൽ കരയിക്കുമെന്നും ഒരു ഡോക്ടർ തന്നെ നേരിട്ട് എന്നോട് പറഞ്ഞ അനുഭവമുണ്ട്. അപ്പൊ ഒസാനി മാമു തങ്ങൾ സ്വീകരിച്ച ഭ്രൂണമായാൽ തന്നെ ജീവൻ വരും എന്ന് പറയുന്ന അതാണ് കുറെ കൂടി സൂക്ഷ്മത. അപ്പൊ അതുകൊണ്ട് അത് തെറ്റ് തന്നെയാണ്. എന്നാൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ, റംലി തങ്ങളൊക്കെ പോലത്തവർ പറഞ്ഞ വ്യക്തമതനുസരിച്ച് 4 മാസം ആകുന്നതിന് മുമ്പാണെങ്കിൽ കറാഹത്തെ വരികയുള്ളൂ, ഹറാമ് വരില്ല എന്ന അഭിപ്രായമുണ്ട്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, എന്റെ സംശയം, ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ മക്കളോ ബന്ധപ്പെട്ടവരോ വരാൻ വേണ്ടിയിട്ട് മയ്യത്ത് ഫ്രീസറിൽ വെക്കുന്നുണ്ട്, 1 ദിവസമോ 2 ദിവസമൊക്കെ. ഇത് പാടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ മൈക്കിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശറഅന്റെ നിയമപ്രകാരം ബന്ധുക്കൾ വരാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ ദിവസങ്ങളോളം വെക്കുന്നത് ശരിയല്ലാന്ന്. മയ്യത്ത് കേടുവരൂലെങ്കിൽ പോലും മയ്യത്തിനോടുള്ള അനാദരവായി അതിന് പരിഗണിക്കപ്പെടും. ആളുകൾ കൂടാൻ വേണ്ടിയിട്ട് മയ്യത്തിന്റെ സംസ്കരണം പിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഔലിയാൾ അഥവാ ഈ മയ്യത്തിന്റെ അത്യാവശ്യപ്പെട്ട ബന്ധുക്കൾക്ക് വേണ്ടി അല്പം താമസിപ്പിക്കുന്നത് കൊണ്ട് വിരോധമില്ല. അമിതമായി ആർക്ക് വേണ്ടിയിട്ടും താമസിപ്പിക്കാൻ പാടില്ല. എന്നാൽ പിന്നെ ചില കേസ് പോലത്തെ കാര്യങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചില ഗവൺമെന്റുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾക്ക് വഴങ്ങിക്കൊടുക്കാൻ നിർബന്ധിതരാകുകയാണ്. ഇഖ്തിയാറിന്റെ നിലക്കല്ല, ലറൂറത്ത് കൊണ്ട് നമ്മളത് സമ്മതിക്കുകയാണ്. ബന്ധുക്കൾ വന്ന് കാണുക എന്ന് പറയുന്നത് ലറൂറത്ത് പെട്ടതല്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് മയ്യത്തിനെ സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത് ശറയിൽ സ്വീകാര്യമായ രീതിയല്ല. അത് ഉപേക്ഷിക്കേണ്ടതാണ്. ഓക്കെ.
നേരത്തെ സിദ്ദീഖ് കുട്ടികള് പിന്നെ ക്ലിക്ക് ചെയ്താണ്, അദ്ദേഹത്തിന് ചോദ്യമില്ല, ഫാമിലി ആയിരിക്കും. പിന്നെ ഉസ്താദെ അതന്നെ അപ്പൊ ഞാൻ പറഞ്ഞു മൂന്നാമത് ഒന്നും കൂടിയും ഒരു ഡോക്ടറെ കാണിക്കുക, എന്നിട്ട് ഈ അഭിപ്രായങ്ങളൊക്കെ കൂടിയും പുത്തനത്താണി അടുത്തായതുകൊണ്ട് വൈലത്തൂർ യൂസുഫ് ബുഖാരി തങ്ങൾ നേരിട്ട് കാണുക. തങ്ങൾ പാപ്പ എന്തേ പറഞ്ഞ് അവിടുത്തെ വാക്ക് പോലെ നീങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ടല്ലാതെ നമുക്കൊന്നും പറയാനില്ലല്ലോ. അപ്പൊ ഉസ്താദ് ഒരു ചോദ്യം വന്നത്, നോമ്പെടുത്ത് ദമാമിൽ നിന്നാണ്, പിന്നെ നാട്ടിൽ പോയപ്പോ പിന്നെ മുദ്ദെടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോ ഇനി കുറച്ചോ കട്ടാക്കി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും വന്നെന്ന് അറിയില്ല. അപ്പൊ അത് ഞാൻ മുദ്ദ് നാട്ടിൽ പോയിട്ട് അവിടെ കൊടുത്താൽ മതിയോ, അതല്ല തിരിച്ചു വന്നിട്ട് ഇനി ദമാമിൽ തന്നെ കൊടുക്കണോ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം. ഫാമിലിയാന്ന് അറിയില്ല, മൈക്ക് വിട്ടു. അത് നോമ്പ് നോൽക്കേണ്ട ഈ മുദ്ദിന്റെ ആവശ്യം വന്ന സ്ഥലത്ത് തന്നെ കൊടുത്തോളണമെന്നൊന്നുമില്ല. ഇയാൾ ഇപ്പോൾ എവിടെയുള്ളത് അവിടെയൊക്കെ കൊടുക്കുക. പക്ഷെ മുദ്ദ് കൊടുക്കുന്നത് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളുകൾക്കായിരിക്കണം കൊടുക്കുന്നത്. അത് ചെലവ് കൊടുക്കൽ നിർബന്ധമില്ലാത്ത ബന്ധുക്കളോ അയൽവാസികളോ പോലത്തെവർക്ക് കൊടുത്താൽ കുറച്ചുകൂടി നല്ലതാണ്. അല്ലാതെ ഇയാൾ ഉണ്ടായിരുന്ന ഏത് സ്ഥലത്താണ് അവിടെ തന്നെ കൊടുത്തോളണം എന്ന് ഷർത്തൊന്നുമില്ല. ഏകദേശമൊക്കെ അത്യാവശ്യപ്പെട്ട ചോദ്യക്കാരൊക്കെ കഴിഞ്ഞതുകൊണ്ട് സമയം തന്നെ ഇപ്പൊ മുമ്പത്തേക്കല്ല, ബാങ്ക് ഇങ്ങനെ നേരത്തെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഇനിയിപ്പോൾ ആരും കാര്യമായിട്ട് ചോദ്യകർത്താക്കൾ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് തന്ന് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങൾ അറിവില്ലാത്തവരാണ്, ഒരുപാട് വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും ഉള്ളവരാണ്. അതുകൊണ്ട് നിന്റെ മഹളായ ഫള് കൊണ്ട് നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നിയ്യത്തുകളും എല്ലാം നിന്റെ പൊരുത്തത്തിന്റെ വഴിയിലാക്കണം റബ്ബേ. നീ വിരോധിച്ചതും നീ വെറുത്തതുമായ കാര്യങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഇങ്ങനെയാണ് സിദ്ദീഖിന്റെ സിദ്ദീഖ് പുളിക്കലിന്റെ ഉപ്പ ഹോസ്പിറ്റലിലാണ്. പിന്നെ അതാണ് കുട്ടി എന്താ പറയുന്നത്, എന്റെ ഭാര്യയെ പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, സുഖപ്രസവത്തിനും മക്കൾ സ്വാലിഹാകാനും ദുആ ചെയ്യാൻ പറയാം ഇൻഷാ അല്ലാഹ്. പിന്നെ ആരാ, യൂസുഫ് എന്ന നമ്മുടെ റേഡിയോ ശ്രോതാവ് അറിയിക്കുന്നു, എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ 3 വയസ്സുള്ള ഒരേ ഒരു ആൺകുട്ടി ശരീരമാസകരം നിറം മാറുകയും സ്വന്തം നാടായ തിരൂർ ഉള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അവിടെ അഡ്മിറ്റ് ആക്കി രക്തം കയറ്റി. ഒരു ഫലവും ഇല്ല. ഡോക്ടർമാർ കൈയൊഴിഞ്ഞു. ഇനി എല്ലാ പ്രതീക്ഷയും എസ് ടി വിയിലും പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ മഹാന്മാരെ സമീപിക്കുക. അതാണ് അതിന്റെ വഴി. പറഞ്ഞേക്ക് യൂസുഫ് കോയ തങ്ങളെയോ അതുപോലെയുള്ള നമ്മളെ ഉമറുൽ ഫാറൂഖ് തങ്ങളെയോ അങ്ങനെയുള്ള മഹാന്മാരായ സാദാത്യങ്ങള്, അതല്ലെങ്കിൽ നല്ല ഇഖ്ലാസുള്ള ഉസ്താദന്മാര്, അങ്ങനെയുള്ളവരെ സമീപിച്ച് പല കാര്യങ്ങൾക്കും പരിഹാരം തേടാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ബർക്കത്തുകൊണ്ട് പൂർണ്ണമായ ശിഫയും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, എല്ലാവിധ പ്രയാസങ്ങളും മാറ്റാൻ നിനക്ക് മാത്രമേ കഴിയൂ. ഞങ്ങൾ അത് ഡോക്ടർമാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഞങ്ങൾ നിസ്സഹായരാണ്. നിന്റെ അടുക്കൽ കഴിയാത്തതായി ഒന്നുമില്ല. അതുകൊണ്ട് റബ്ബേ, മഹാന്മാരായ നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, പ്രത്യേകിച്ച് അസ്ഹാബുൽ ബദർ തുടങ്ങിയ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്തുകൊണ്ട് ഞങ്ങളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനാവുന്ന സിദ്ദീഖ് പുളിക്കലിന്റെ വാപ്പ സുഖമില്ലാതെ ആശുപത്രിയിലാണ്. നീ ഷിഫയും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിച്ച് സലാമത്ത് എളുപ്പമാക്കണേ റബ്ബേ. അതുപോലെ ആ 3 വയസ്സുള്ള കൊച്ചു കുട്ടിയുടെ രോഗം ഏത് തരത്തിൽപ്പെട്ട രോഗമാണെന്ന് നിനക്കറിയാം റബ്ബേ. അത് മാറ്റാനും നിനക്ക് കഴിയും റബ്ബേ. നിന്റെ ഖുദ്റത്ത് കൊണ്ട്, നിന്റെ ഹബീബിന്റെ ഹക്ക് കൊണ്ട് നീ പൂർണ്ണമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അവരെ സന്തോഷിപ്പിക്കുമാർ, വൈദ്യശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തുമാർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട്, അവിടുത്തെ മക്കാനത്ത് കറാമത്ത് കൊണ്ട് റബ്ബെ ആ കുട്ടിക്ക് അത്ഭുതകരമായ ശിഫ കൊടുത്ത് നീ സമാധാനിപ്പിക്കണേ റഹ്മാനെ. അതുപോലെ പ്രസവത്തിന് വേണ്ടിയിട്ട്
ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ആ സഹോദരിക്ക് ഓപ്പറേഷൻ ഇല്ലാതെ സന്തോഷത്തോടു കൂടിയ സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഒരു സ്വാലിഹായ കുഞ്ഞിന് ജന്മം നൽകാനുള്ള തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളുടെയൊക്കെ എല്ലാവിധ സങ്കടങ്ങളും വിഷമങ്ങളും അറിയുന്ന നാഥ, നീ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം സലാമത്താക്കി റാഹത്താക്കി സന്തോഷത്തിലാക്കി തരണേ തമ്പുരാനെ. വിഷമങ്ങൾ മാറ്റാൻ നിനക്ക് മാത്രമേ കഴിയൂ. നീ ആദരിച്ചവരുടെ ബർക്കത്ത് കൊണ്ട് നീ എല്ലാ വിഷമങ്ങളും മാറ്റണേ അല്ലാ. പടച്ചവനെ, രോഗികളുടെ രോഗം നീ ശിഫയാക്കണേ റഹ്മാനെ. ഗർഭിണികളായ പലരുമുണ്ട്, പല നിലക്കും ഡോക്ടർമാർ പറഞ്ഞ് പേടിപ്പിക്കുന്നു. റബ്ബേ, നിന്നോട് ഞങ്ങൾ കൈയുയർത്തുന്നു, നിന്നോട് യാചിക്കുന്നു. എല്ലാ പ്രയാസങ്ങളും നീക്കാൻ നിനക്കേ കഴിയൂ. പ്രയാസരഹിതമായി സുഖപ്രസവം കൊടുത്ത് നീ സലാമത്താക്കണേ അല്ലാ. സ്വാലിഹായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ കേസിലും കുടുക്കിലും കുടുങ്ങിയ ഒരുപാട് നിരപരാധികളായ പ്രവർത്തകന്മാരുണ്ട് റബ്ബേ. സൗദി അറേബ്യയിലും മറ്റുമൊക്കെ നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങി ജയിലിലും മറ്റുമൊക്കെ ഞങ്ങളെ സഹപ്രവർത്തകന്മാർ, നിന്റെ ഹബീബിന്റെ ഹക്ക് കൊണ്ട് അസ്ഹാബുൽ ബദ്രീങ്ങളുടെ കറാമത്ത് കൊണ്ട് അവർക്ക് നീ അത്ഭുതകരമായ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. സലാമത്ത് കൊടുക്കണേ അല്ലാ. ശത്രുക്കളുടെ എല്ലാവിധ ഷെറിൽ നിന്നിട്ടും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കന്മാര്, സാദാത്യങ്ങൾ, നേതാക്കൾ, അതിന്റെ പ്രവർത്തകന്മാർക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളെയും നീ വിജയിപ്പിക്കണേ റബ്ബേ. തൊട്ടു സമീപത്ത് വരാനിരിക്കുന്ന വലിയ 2 മഹാസമ്മേളനങ്ങൾ, മർക്കസിന്റെ മഹത്തായ വാർഷിക സമ്മേളനവും അതിൻ്റെയൊക്കെ പുറമെ SYSന്റെ 60ാം വാർഷികവും വരാൻ പോകുന്നു. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാരുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും സലാമത്തും നൽകണേ തമ്പുരാനെ. നിന്റെ ദീനിന് ഇസ്സത്ത് നൽകുന്ന, ദീനിയായ പുരോഗതിക്ക് കാരണമാകുന്ന സമ്മേളനങ്ങളാക്കി അതിനെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. അതിനൊക്കെ സേവനം ചെയ്യുന്നവർക്ക് അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അവരുടെ പഠനത്തിലും പരീക്ഷയിലും ഉന്നത വിജയം നീ നൽകണേ അല്ലാ. പ്രായമെത്തിയവർക്ക് നീ അനുയോജ്യരായ അണകളെ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ കുടുംബത്തിലും സ്വത്തിലും തൊഴിലും വീടുകളിലുമൊക്കെ നീ ഖൈറും ബറക്കത്തും സലാമത്തും നൽകണേ റബ്ബെ. അർഹമുർറാഹിമായ റബ്ബെ, സാധുക്കളായ ഞങ്ങൾ വാറാവ്യാധി രോഗം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. അത് താങ്ങാനുള്ള തോക്കത്ത് ഞങ്ങൾക്ക് ഇല്ല അല്ലാ. റബ്ബെ, നിന്റെ സലാമത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷിക്കണേ തമ്പുരാനെ. ആഫിയത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമുർറാഹിമായ റബ്ബെ, ഖൈറായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയവരുടെ ആഖിറം നീ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാവക്കപ്പിഴവുകളും തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കണേ അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് അവരെ നീ സലാമത്താക്കണേ തമ്പുരാനെ.